First of all, I would like to congratulate you all. Civil service എന്ന ഒരു ഓപ്ഷൻ അറ്റ്ലീസ്റ്റ് കൺസിഡർ ചെയ്യാനെങ്കിലും ശ്രമിച്ചതിന് ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് ഓൾ ഓഫ് യു. അപ്പൊ ഇന്ന് സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സെഷൻ ഈസ് ജനറലി ഒരു ഇൻട്രോ സെഷൻ ആണ്. ബേസിക്കലി എന്താണ് സിവിൽ സർവീസ്, സിവിൽ സർവീസ് നമുക്ക് എന്തൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് നമുക്ക് ഓരോ സ്റ്റേജസിനെയും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. ടൈം മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ സെഷൻ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാം, അത് കഴിഞ്ഞ് നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എന്നോട് ചോദിക്കാം. അപ്പൊ അത് ഞാൻ അഡ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പൊ ആദ്യമേ തന്നെ നമുക്കൊക്കെ അറിയാം സിവിൽ സർവീസ് ഒരു സൂപ്പർ കരിയർ ആണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാനും കുഞ്ഞായിരിക്കുമ്പോൾ ഇത് ലൈക് സംതിങ് ബിഗ് എന്ന് മാത്രമേ എനിക്ക് അറിയായിരുന്നുള്ളൂ. പിന്നീട് വളർന്നു വരുമ്പോഴാണ് സിവിൽ സർവീസ് എന്തൊക്കെ നമുക്ക് തരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അപ്പൊ നമ്മളെല്ലാരും കാണുന്ന പോലെ തന്നെ വളരെ നല്ല പവർ ഉള്ളതാണ്, സ്റ്റാറ്റസ് ഉള്ളതാണ്, അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന ഒരു കരിയറാണ്. ഇതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റും. അത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സർവീസ് തന്നെയാണ് സിവിൽ സർവീസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. പക്ഷെ എന്നെ ഒരുപാട് അധികം അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സിവിൽ സർവീസ് തരുന്ന ഡൈവേഴ്സിറ്റിയാണ്. സിവിൽ സർവീസിൽ നമ്മൾ ഏത് സർവീസിലേക്ക് കയറി പറ്റിയാലും നമുക്ക് പല ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരേ കാര്യം തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല. ലൈക് റൊട്ടീൻ ജോബ് അങ്ങനെ എനിക്ക് താല്പര്യമില്ല. അപ്പൊ അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം സിവിൽ സർവീസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. നിങ്ങളിലും കുറെ പേരെങ്കിലും അങ്ങനെയുള്ളവർ കാണും. അപ്പൊ അങ്ങനെയൊക്കെയുള്ളവരെ സംബന്ധിച്ച് സിവിൽ സർവീസ് ഇസ് എ വണ്ടർഫുൾ കരിയർ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം യൂട്ടിലൈസ് ചെയ്ത് വളരെ കുറച്ച് അറ്റംപ്റ്റിൽ തന്നെ സിവിൽ സർവീസ് ക്ലിയർ ആകാനായിട്ട് ശ്രമിക്കുക. അതിന് നിങ്ങളെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഹെൽപ്പ് ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും സിവിൽ സർവീസ് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻസ് നടത്തുന്നത് ഏതാണ്ട് 22ഓളം സർവീസുകളിലാണ്. അതിനകത്ത് ഓൾ ഇന്ത്യ സർവീസസ് ഉണ്ട്. ഏതാണ്ട് 1000ഓളം വാക്കൻസീസും ഇപ്പൊ വരാറുണ്ട്. അപ്പോ 22 സർവീസസ് എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ സർവീസ് 3 ഉണ്ട്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, പോലീസ് സർവീസ്, ഫോറസ്റ്റ് സർവീസ്. പിന്നെ നമ്മൾ സ്ഥിരം കേൾക്കാത്ത കുറെ സെൻട്രൽ സർവീസുകളുണ്ട്. ഏതാണ്ട് 15ഓളം സെൻട്രൽ സർവീസസ് ഉണ്ട്. കുറച്ച് ഗ്രൂപ്പ് ബി സർവീസസും ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ പക്ഷേ ഈ പ്രിപ്പറേഷൻ ജേർണി ഇപ്പോൾ അങ്ങോട്ട് തുടങ്ങുവാണ് എങ്കിൽ ഈ നമ്മൾ പ്രിലിംസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ സർവീസുകളെ കുറിച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ എല്ലായിടത്തും നോക്കുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപക്ഷെ IAS കുറിച്ചോ IPS കുറിച്ചോ ഒക്കെ ആയിരിക്കും. മറ്റ് സർവീസുകൾ കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സർവീസ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർക്ക് ലൈഫ് ബാലൻസ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എനിക്കൊരു മോനുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് വർക്ക് ലൈഫ് ബാലൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്റെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കസ്റ്റംസ് ആണ്. ഞാനിപ്പോ ഇന്ത്യൻ റവന്യൂ സർവീസിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അറിയാം 32 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയിലെ കുട്ടികൾക്ക് എക്സാം എഴുതാൻ പറ്റുക. 6 അറ്റംപ്റ്റ് ഉണ്ട്. OBC ആവുമ്പോൾ അത് കൂടും, 9 അറ്റംപ്റ്റ് വരെ എടുക്കാം, 35 വയസ്സ്. അതുപോലെ SC ST PWD ഒക്കെ വരുമ്പോഴേക്കും അതനുസരിച്ച് ഓപ്ഷൻ നമുക്ക് കൂടുതൽ ചാൻസസ് ഉണ്ട്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ ആദ്യമേ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് തന്നെയാണ്. കാരണം സിലബസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രിലിംസ് ജനറലി പറയുന്ന പോലെ നമ്മൾ ഒത്തിരി എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം കറണ്ട് അഫയേഴ്സും ഒരുപാടുണ്ട്. ലോകത്തിലുള്ള എല്ലാ കാര്യവും എന്ന് പറയുന്ന പോലെ കുറെ അധികം നമ്മൾ എല്ലാത്തിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. പക്ഷെ മെയിൻസിലേക്ക് വരുമ്പോൾ UPSC എപ്പോഴും സിലബസിലുമായിട്ട് സ്റ്റിക്ക് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യമേ തന്നെ ഒന്ന് സിലബസിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് വാക്കുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ ഓരോ ബുക്ക് ഓരോ പേപ്പറിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ശേഷം അതിലെ ഓരോ ടോപ്പിക്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ മെയിൻസിലേക്ക് വരുമ്പോൾ GS 1, അപ്പൊ അതിനകത്ത് ഹിസ്റ്ററി, സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ വരുന്നതിലാണെങ്കിൽ ഇപ്പൊ സോഷ്യൽ ഇഷ്യൂസിന്റെ അകത്ത് വിമൻ ഇഷ്യൂസ് ഉണ്ടാവും, ചിൽഡ്രൻ ഇഷ്യൂസ് ഉണ്ടാകും, ഡിസേബിൾഡിന്റെ ഇഷ്യൂസ് ഉണ്ടാവും, മൈനോറിറ്റീസിന്റെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ഒരു ബുക്കിൽ പ്രത്യേകം ടൈറ്റിൽസ് കൊടുത്ത ശേഷം ആക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴോ ടെക്സ്റ്റ് ബുക്കിലെ പുതിയൊരു ഒരു പോർഷൻ പഠിക്കുമ്പോഴൊക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് അവിടെ പോയി ആ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിലിംസ് കഴിയുമ്പോൾ മെയിൻസിന് തയ്യാറെടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. റെഡിമെയ്ഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ പല ഉത്തരങ്ങളും ഉണ്ടാകും. അപ്പൊ സിലബസ് ഒന്ന് നന്നായി തറവാക്കാൻ, ഒരിക്കലും കാണാതെ പഠിക്കാൻ ഞാൻ പറയില്ല, എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ ആദ്യം തന്നെ ശ്രമിക്കണം. UPSCക്ക് 3 സ്റ്റേജസ് ആണുള്ളത്. പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ നമ്മള് ഈ 3 സ്റ്റേജസും
ഡിമാൻഡ് ചെയ്യുന്നത് 3 കാര്യങ്ങൾ തന്നെയാണ്. പ്രിലിംസിന്റെ രീതി വ്യത്യാസമാണ്. 2 പേപ്പേഴ്സ് ആണുള്ളത്. ഒബ്ജക്റ്റീവ് എക്സാം ആണ്. അതേസമയം മെയിൻസിലേക്ക് വരുമ്പോൾ 9 പേപ്പറുകളുണ്ട്. അതിൽ 2 എന്ന് പറയുന്നത് കമ്പൽസറി പേപ്പർ ആണ്. ജസ്റ്റ് നമുക്ക് ലാംഗ്വേജസ് അറിയാമോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം. പിന്നെ 4 GS പേപ്പേഴ്സ് ഉണ്ട്, ഒരു essay പേപ്പർ ഉണ്ട്, ഓപ്ഷണൽ ഉണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ മെയിൻസിന്റെ ഘടന. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ. പക്ഷെ ഈ 3 സ്റ്റേജസിലും ഈ നമ്മുടെ മെയിൻസ് വരുമ്പോൾ കംപ്ലീറ്റ്ലി റിട്ടൺ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് ആണ്. 3 മണിക്കൂറുള്ള പരീക്ഷകളാണ്. ഇന്റർവ്യൂവിന് നമ്മൾ ഡൽഹിയിൽ പോയിട്ട് നമ്മൾ അവരെ അവിടെ മീറ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത്. നിങ്ങൾ പലപ്പോഴും ടിവിയിലും ടോപ്പേഴ്സും ഒക്കെ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഡിമാൻഡ്സ് ഡിഫറെന്റ് ആണെങ്കിലും സിലബസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. മാത്രമല്ല നമുക്ക് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ജേർണി ഫുൾ എന്ന് പറയുന്നത് ടുഗദർ ആണ്. നമ്മൾ ഈ 3 എക്സാമും പാസ്സായാൽ മാത്രമേ നമ്മൾ എക്സാം ക്ലിയർ ആകുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ് എപ്പോഴും നല്ലത്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രിലിംസും മെയിൻസും ഒക്കെ പഠിക്കുന്നതിനേക്കാളും നല്ലത് പ്രിലിംസും മെയിൻസും ഒന്നിച്ച് തന്നെ കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഗാലന്റിലെ സ്ട്രക്ചേഴ്സും, അതായത് നമ്മുടെ സിലബസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഈ മാസം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡിസംബറോട് കൂടി നമ്മുടെ ഫുൾ സിലബസ് ഒരു തവണയെങ്കിലും അറ്റ്ലീസ്റ്റ് ഫുൾ ഒന്ന് കവർ ചെയ്ത് എന്തൊക്കെ ഉണ്ടെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഞാൻ സിലബസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് essay പേപ്പറും എത്തിക്സും ഓപ്ഷണലും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് പറയുന്നത്. അത് കഴിഞ്ഞ്, അതായത് ജൂലൈ ടു ഡിസംബർ നമ്മൾ ഒന്ന് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്നു. ജനുവരി ടു മാർച്ചിലേക്ക്, ഒരു മാർച്ചിന്റെ ഹാഫ് വരെ ബോത്ത് മെയിൻസ് പ്രിലിംസ്, അതിൽ നമ്മൾ പ്രിലിംസിന്റെ ടൈം നമ്മൾ കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ്, അതായത് മാർച്ച് ഹാഫോട് കൂടി കംപ്ലീറ്റ്ലി പ്രിലിംസ് പ്രിപ്പറേഷനിലേക്ക് മാറ്റുക. അതായിരിക്കും ഒരു കറക്റ്റ് അപ്രോച്ച്. മാത്രമല്ല നമ്മൾ അതിന് കൊടുക്കുന്ന ടൈംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെന്റ് ആയിട്ട് വരും. ഇത് അങ്ങോട്ട് അടുക്കുന്നതിനനുസരിച്ച് പ്രിലിംസ് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രിലിംസ് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഫുൾ സിലബസ് ഒന്ന് തറവായിരിക്കും. അപ്പൊ നമ്മൾ മെയിൻസിലേക്ക് എഴുതാനായിട്ട് പോകുമ്പോൾ ജസ്റ്റ് നമ്മൾ ആൻസറിന്റെ ക്വാളിറ്റി കൂട്ടാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ നമുക്ക് ഡെഫിനറ്റ്ലി ഒരുപാട് പേര് ക്ലിയർ ആയിട്ടുണ്ട്. പ്രിലിംസ് ക്ലിയർ ചെയ്തതിന് ശേഷം മെയിൻസ് പ്രിപ്പയർ ചെയ്ത് ക്ലിയർ ആയവരുണ്ടാകാം. പക്ഷെ അവരുടെ കാലിബറും ഒരുപാട് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു സേഫ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ നേരത്തെ തന്നെ മെയിൻസും പ്രിലിംസിനൊപ്പം മെയിൻസും പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇനി എന്താണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് നോക്കാം ഓരോ സ്റ്റേജസിലും. എനിക്കൊന്ന് ഫൗണ്ടേഷൻ ബാച്ചിലെ കുട്ടികൾ നമ്മുടെ കൂടെ കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയാണ്, നമ്മൾ UPSC എന്നല്ല ഏതൊരു പരീക്ഷയ്ക്കായാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ പഠിച്ചു പോകുക എന്നുള്ളതാണ്. നമ്മുടെ UPSCയിലേക്ക് വരുമ്പോൾ ആദ്യവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം NCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. അതും 6ാം ക്ലാസ് മുതലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ. അപ്പൊ നമ്മൾ ഇപ്പോഴേ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ സ്റ്റേജിൽ എത്തിച്ചേരുമ്പോൾ, അതായത് ഒരു UPSC എക്സാം ഡിഗ്രി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ ജേർണി ഭയങ്കര ഈസി ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാൻ കഴിയും. അങ്ങനെ ക്ലിയർ ചെയ്ത ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട്. ഈവൻ ഞാനും ഒരു പ്രതിഭാപോഷണം എന്നൊരു പരിപാടിയിൽ ഭാഗമായിട്ടുണ്ട് നേരത്തെ കുഞ്ഞു ക്ലാസ്സുകളിലെ പഠിക്കുമ്പോൾ. അന്ന് എനിക്ക് സിവിൽ സർവീസിനെ കുറിച്ച് കിട്ടിയ ഇൻഫർമേഷൻസ് അങ്ങോട്ടുള്ള ഫുൾ ജേർണിയിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ NCERTയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ പ്രിലിംസ് പേപ്പേഴ്സ് ഒന്ന് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ബേസിക്കിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, എസ്പെഷ്യലി ജിയോഗ്രഫി പോലുള്ള സബ്ജക്ട്സ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ NCERT തറവാക്കിയ ശേഷം മുൻപോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. NCERT എത്രത്തോളം തറവാണോ നമ്മൾ അത്രയും എക്സാം ക്ലിയർ ചെയ്യുന്നതിനുള്ള ചാൻസസ് കൂടും. ഇനി അതിൽ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും NCERTയിൽ എങ്ങനെ നോട്ട് ഉണ്ടാക്കണോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് NCERTയിലെ കുഞ്ഞു ക്ലാസ്സുകളിലെ നോട്ട്സ്, അതായത് 6 മുതലൊക്കെ ഉള്ള ക്ലാസ്സുകളുടെ നോട്ട്സ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ നോട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഹാഫ് പേജ് ഒക്കെ കാണുള്ളൂ. നമ്മുടെ ഒരു A4 പേപ്പറിന്റെ ഹാഫ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് പിന്നെ റിവൈസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയ ക്ലാസ്സുകളിലെ 10th, 11th, 12th ഒക്കെ ഫുൾ ടെക്സ്റ്റ് ബുക്കാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. അതിലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇപ്പൊ ഓരോ പേജ് വരുമ്പോൾ നമ്മുടെ സൈഡിൽ തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ അവിടെ എഴുതി ചേർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കുറച്ചുകൂടെ റിവിഷൻ ഈസി ആയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ജിയോഗ്രഫി, മറ്റ് സബ്ജക്റ്റുകളെക്കാൾ കൂടുതൽ ഞാൻ ജിയോഗ്രഫിക്കാണ് NCERTക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മനസ്സിലാവും, ജിയോഗ്രഫി ഒരുപാട് ക്വസ്റ്റ്യൻസ് NCERT ബേസിൽ വന്നിട്ടുണ്ട്. അപ്പൊ NCERT വിട്ടിട്ടുള്ള കളിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളാണ്. നിങ്ങൾ നെറ്റിൽ എവിടെ നോക്കിയാലും ഏതൊക്കെയാണ് സ്റ്റാൻഡേർഡ് ബുക്കുകൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ പൊളിറ്റിക് ആണെങ്കിൽ ലക്ഷ്മികാന്ത്, സ്പെക്ട്രം ഉണ്ട്, പിന്നെ നമ്മുടെ GC ലോങ് ഉണ്ട്. അപ്പൊ ഒരുപാട് ബുക്കുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ജേർണിയിൽ. നമ്മുടെ അതായത് ഈ ഫുൾ
സിലബസ് കവർ ചെയ്യുന്നതിന്റെ കൂടെ ഡിസംബറിനുള്ളിൽ തന്നെ ഈ ബുക്കുകളും ഒന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫാക്ടറാണ് കറണ്ട് അഫയേഴ്സ്. ഈവൻ പ്രിലിംസിലായാലും മെയിൻസിലായാലും ഇന്റർവ്യൂവിലായാലും കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മൾ ഇന്റർവ്യൂവിൽ പോകുമ്പോൾ കറണ്ട് അഫയേഴ്സ് ആണ് ദ ഫാക്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പർ റീഡിങ് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനോടൊപ്പം ഒരു കമ്പൈലേഷൻ കൂടെ വായിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈവൻ ഗാലന്റും നമുക്ക് ഡെയിലി അനാലിസിസുകൾ തരുന്നുണ്ട്, ന്യൂസ് പേപ്പർ അനാലിസിസ്. അപ്പൊ അത് അറ്റൻഡ് ചെയ്താലും നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി മറ്റ് ജോബൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒരു ടൈമിന്റെ ഒരു ക്രഞ്ച് ഉണ്ടാവും. നമുക്ക് ഒരുപാട് വായിക്കാൻ ന്യൂസ് പേപ്പറിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചും അതേ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിനിടയിൽ എനിക്ക് കംഫർട്ട് ആയിരുന്നത് ആക്ച്വലി ഒരു ന്യൂസ് പേപ്പർ അനാലിസിസ് മാത്രം കേൾക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ന്യൂസ് പേപ്പർ ഓടിച്ചു നോക്കിയിട്ട് ഒരു അനാലിസിസ് വീഡിയോ കാണുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഇനി അത് സജസ്റ്റ് ചെയ്യില്ല. ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാൻ കിട്ടുന്ന സമയം മാക്സിമം അത് തന്നെ വായിച്ചു പോകുന്നതാണ് നല്ലത്. കാരണം അത് ഇന്റർവ്യൂ സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്റെ മാർക്കിനെ ഒരുപാട് അഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ നമുക്ക് ഒഴിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പൊ ന്യൂസ് പേപ്പർ റീഡിങ്ങും ശീലമാക്കുക. പിന്നെയുള്ള ഇമ്പോർട്ടൻറ്റ് സാധനമാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, UPSC എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി UPSCക്കായിട്ടൊരു ലാംഗ്വേജ് ഉണ്ട്. നമ്മൾ ജനറലി മോക്ക് ടെസ്റ്റുകളിൽ കാണുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് UPSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ UPSCയുടെ ലാംഗ്വേജ് മറന്നുപോകും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മാത്രമല്ല, നമ്മൾ സ്ഥിരം UPSCക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് അവർക്ക് ഇഷ്ടമുള്ള കുറെ ടോപ്പിക്സ് ഉണ്ടാവും. ഇപ്പൊ ഹിസ്റ്ററിയിലാണെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചറിലാണെങ്കിലും ഒക്കെ ബുദ്ധിസം, ജൈനിസം പോലുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരം വരുന്നതാണ്. അപ്പൊ അങ്ങനത്തെ റിക്കറിംഗ് ടോപ്പിക്സ് കണ്ടുപിടിക്കാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വിട്ടുകളയാതിരിക്കുക. അതും ഈ പ്രിപ്പറേഷൻ ഇടയിൽ മന്ത്ലി ഒരിക്കലെങ്കിലും നമ്മളൊന്ന് ബ്രഷ് അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പൊ നമ്മൾ ഒരു ടോപ്പിക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മോക്ക് ടെസ്റ്റുകൾ. ഈ മോക്ക് ടെസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഒരിക്കലും മോക്ക് ടെസ്റ്റ് അല്ല റിയൽ എക്സാം. പക്ഷെ മോക്ക് ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യാൻ പറ്റുക, നമ്മൾ പഠിച്ചൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ പറ്റുക. പിന്നെ ഒരു റിവിഷൻ ആയിട്ട് കൂടെ മോക്സ് ആക്ട് ചെയ്യും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് മോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ക്ലിയർ ആയ വർഷം. എന്റെ റീസൺ എന്ന് പറയുന്നത്, ശരിക്കും ഞാനൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്, ഒരു വർഷം മുമ്പ് തന്നെ ഓൾമോസ്റ്റ് സിലബസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തവണ സെൽഫായിട്ട്. അപ്പോൾ ഒരുവിധം എല്ലാത്തെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സ്കോളർഷിപ്പ് എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഒട്ടുമിക്ക സ്കോളർഷിപ്പ് എക്സാംസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വളരെ കുറഞ്ഞ പേയ്മെന്റോടുകൂടി, ഒന്ന് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പൊ ഒരു പക്ഷേ ജിയോഗ്രഫി ആയിരിക്കും നല്ലത്. അങ്ങനെയെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ചെയ്യുകയും, ഇപ്പൊ ഒരിടത്ത് ഹിസ്റ്ററി ആണ് നല്ലത്. അപ്പൊ എന്റെ ആവശ്യത്തിനനുസരിച്ച് എനിക്കൊരു ഫ്ലെക്സിബിലിറ്റി ഇങ്ങനെ മൾട്ടിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ഹെൽപ്പ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ട്രൈ ചെയ്യാം. ഇനി നമ്മൾ ഒറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സ്റ്റിക്ക് ചെയ്യുന്നതെങ്കിൽ അവരുടെ തരുന്ന ടൈം ടേബിളും അവർ തരുന്ന പ്ലാനും അതുപോലെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനൊപ്പം ഒരുപാട് മെറ്റീരിയൽസ് ടെലഗ്രാം അല്ലാതെ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നമുക്ക് ഒരുപാട് മോക്ക് പേപ്പേഴ്സ് കിട്ടും. അതുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എത്ര മോക്ക് ചെയ്താലും ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. നമ്മൾ ഒന്ന് റിവൈസ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മോക്കിന് കിട്ടുന്ന മാർക്സ് അല്ലായിരിക്കും നമുക്ക് ശരിക്കും എക്സാമിന് കിട്ടാൻ പോകുന്നത്. അപ്പൊ ആരും മോക്സിന് മാർക്ക് കുറഞ്ഞു പോയി എന്ന് കരുതി ഡിസപ്പോയിന്റഡ് ആവേണ്ട കാര്യമില്ല. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമായിട്ട് കാണുക. ഒരിക്കലും അതിന്റെ മാർക്ക് കിട്ടി അതിന് വിഷമിച്ച് ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി ഫൈനലായിട്ട് പറയാനുള്ളത്, നമ്മൾ പ്രിപ്പറേഷനിൽ വരുന്നതാണ് ആൻസർ റൈറ്റിംഗ്. ഇപ്പൊ എന്റെ പ്രിപ്പറേഷൻ ജേണി ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കുഞ്ഞുനാൾ മുതലേ സിവിൽ സർവീസ് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് കുറച്ച് വൈകി ഞാൻ സിവിൽ സർവീസിലേക്ക് വരാൻ. പക്ഷെ ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന പല സ്റ്റേജസിലായിട്ട് ചെയ്ത പല പല കാര്യങ്ങളുടെ ആഡപ്പായിട്ട് വന്ന ഒരു ഔട്ട്പുട്ടാണ് ഞാൻ ഈ ക്ലിയർ ആയത് എന്ന് ഞാൻ പറയും. കാരണം പണ്ട് ഞാനൊരു 2000 ഡിഗ്രി കഴിഞ്ഞത് മുതലേ തന്നെ നിങ്ങൾക്ക് ഇൻസൈറ്റ്സ് ഫെമിലിയർ ആയിരിക്കും. ഇൻസൈറ്റ്സിന്റെ സെക്യൂർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ടോപ്പിക് എന്തെങ്കിലുമൊക്കെ ഞാൻ വായിക്കുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ സെക്യൂറിൽ ഉണ്ടോ എന്ന് നോക്കി എഴുതുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ആ ശീലം ഞാൻ പണ്ട് മുതലേ കൾട്ടിവേറ്റ് ചെയ്തതാണ് എന്ന് നിങ്ങളോട് പറയുകയാണ്.
അപ്പൊ ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ആൻസേഴ്സ് എഴുതുക, സ്കൂളിലെ മത്സരങ്ങളിൽ പങ്കെടുക്കുക, ഉപന്യാസത്തിൽ പങ്കെടുക്കുക. അതുപോലെ നിങ്ങൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം സീരിയസ് ആയിട്ട് തന്നെ പങ്കെടുക്കുക. അപ്പൊ ഞാൻ ഒരുപാടൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസം ഒരു 2 ക്വസ്റ്റ്യൻ അങ്ങനെയെങ്കിലും ഞാൻ എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ എക്സർസൈസ് കാരണം ഞാൻ ശരിക്കും എക്സാം ക്ലിയർ ചെയ്തപ്പോ ഉണ്ടായിരുന്ന 2 പോസിറ്റീവ്സ് എന്ന് പറയുന്നത് എന്റെ കയ്യിൽ ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് കുറെ ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നൊന്ന് ആൻസറിങ് സ്ട്രക്ചർ ഞാൻ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതിനു വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഫുൾ മോക്ക് എഴുതിയപ്പോൾ എനിക്ക് ഫസ്റ്റ് പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ പിന്നീടുള്ള എല്ലാ മോക്കും ടൈമിനുള്ളിൽ തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് കൊണ്ട് മാത്രം കിട്ടിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അപ്പൊ ഈ ആൻസർ റൈറ്റിംഗും നിങ്ങൾ ഇപ്പോഴേ തന്നെ ശീലിച്ചു പോവുക. ലാസ്റ്റ് മെയിൻ പ്രിലിംസ് ക്ലിയർ ആയ ശേഷം ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാം എന്ന് കരുതിയാൽ അതൊരു അബദ്ധമാണ്. ഇപ്പൊ കിട്ടുന്ന എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടൈം ടേബിൾ സിലബസ്, അതായത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാനിനുള്ളിൽ തന്നെ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാംസ് ഉണ്ടാകും. അത് യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പൊ എന്റെ ഈ ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ UPSC റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് 4 പേപ്പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അതായത് നമ്മുടെ എസ്എ പേപ്പർ, എത്തിക്സ് പേപ്പർ, ഓപ്ഷണൽ 2 പേപ്പർ. ഇതിന് രണ്ടിനും നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു റാങ്ക് നമുക്ക് കിട്ടും. നമ്മൾ ഡെഫിനറ്റ്ലി ക്ലിയർ ആകും, വളരെ നല്ല റാങ്കും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോ ഈ പ്രിപ്പറേഷനിൽ ഈ 4 സാധനങ്ങളെയും മറന്നു കളയാതിരിക്കുക. ഇവർക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ എസ്എയ്ക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ ആഴ്ചയും ഫുൾ എസ്എ എഴുതിയില്ലെങ്കിൽ പോലും പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഒരു എസ്എ ടോപ്പിക് എടുത്ത് അതൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫാക്കൽറ്റീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇൻ കേസ് നിങ്ങൾ ഫുൾ എസ്എ എഴുതുകയാണെങ്കിലും നമ്മളെ ഫാക്കൽറ്റീസിന് ഇത് കറക്റ്റ് ചെയ്ത് തരിക എന്നുള്ളതിനേക്കാൾ വലിയ സന്തോഷമില്ല. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടാവോ എന്നൊന്നും വിചാരിക്കരുത്. ഡെഫിനറ്റ്ലി എഴുതി ഫാക്കൽറ്റീസിനെ കാണിച്ച് ഫീഡ്ബാക്ക് എടുക്കാൻ കൂടെ ശ്രദ്ധിക്കുക. അപ്പൊ എസ്എ എഴുതുന്നത് ഇപ്പോഴേ ഒരു ശീലമാക്കുക. പിന്നെ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യൂട്യൂബിലെ ടെക് ടോക്സ് കാണുമായിരുന്നു. അപ്പൊ ഈ നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ടോപ്പിക്കുമായിട്ടുള്ള ടെക് ടോക്ക് ആണ്, എഡ്യൂക്കേഷൻ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന കോഡ്സ്, എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ഞാൻ ഒരിടത്ത് കുറിച്ച് വെക്കുന്ന ഒരു ശീലം എനിക്ക് ഉണ്ടായിരുന്നു. ഒപ്പം യൂട്യൂബിൽ നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും, ഇപ്പം മോങ്സിനെ കുറിച്ചുള്ള സ്റ്റോറീസ്, പാരബിൾസ്, എന്തെങ്കിലും നമ്മുടെ പഴയ പഞ്ചതന്ത്ര കഥകൾ, അപ്പൊ ഇങ്ങനെയൊക്കെ കാണുന്ന, എവിടെയെങ്കിലും കാണുന്ന ബാലരമയിൽ കാണുന്ന കഥകൾ പോലും ഞാൻ കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പൊ ഈ കഥകൾ മിക്കതും ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എസ്ഐസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എസ്ഐക്ക് ഒരു ഡീസന്റ് സ്കോർ കിട്ടാൻ വേണ്ടി ഇതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് എത്തിക്സ് പേപ്പർ. ഈ എത്തിക്സ് പേപ്പറിൽ ഞാൻ നേരത്തെ സിലബസ് സൂചിപ്പിച്ചതുപോലെ എത്തിക്സിലെ ഓരോ വാക്കും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇപ്പോഴേ തന്നെ നിങ്ങൾക്ക് അത് പറ്റുമെങ്കിൽ എത്തിക്സിലെ ഓരോ ടേംസ്, എത്തിക്സ് സിലബസിലെ ഓരോ ടേംസ്, ഇപ്പൊ ആറ്റിറ്റ്യൂഡ് എന്നെടുക്കുക. ആറ്റിറ്റ്യൂഡ് ഒരു ബുക്ക് അതിനു വേണ്ടി മാറ്റിവെച്ച് ആറ്റിറ്റ്യൂഡിന്റെ താഴെ പറ്റുമെങ്കിൽ ആറ്റിറ്റ്യൂഡിന്റെ ഒരു 2 ഡെഫിനിഷൻ, ആറ്റിറ്റ്യൂഡിന്റെ ആയിട്ട് ബന്ധപ്പെട്ട 2 കോഡ്സ്, ഒരുപാട് എക്സാമ്പിൾസ്, അതായത് പൊളിറ്റിക്കൽ വ്യൂവിൽ എന്തൊക്കെ എക്സാമ്പിൾസ് കൊണ്ടുവരും, ഒരുപാട് വേണ്ട, എല്ലാത്തിലും ഒരു 2 എങ്കിലും ഉണ്ടാകിയാൽ നന്നായിരിക്കും. ഒരു എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവിലെ 2 എക്സാമ്പിൾ, ഇൻഡിവിജ്വൽ ലെവലിലെ കുറച്ച് എക്സാമ്പിൾസ്, ഗ്ലോബൽ ലെവലിലെ എക്സാമ്പിൾസ്, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം ഭയങ്കര ഡൈവേഴ്സും യുണീക്കും ആയിരിക്കും. അത് ഇപ്പോഴേ തന്നെ ചെയ്തു പോകുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൽ നിന്നൊക്കെ തന്നെ ഇതിന്റെ എക്സാമ്പിൾസ് കിട്ടും. അപ്പൊ ഈ പ്രിപ്പറേഷൻ ജേർണി തന്നെ നിങ്ങൾക്ക് അത് കളക്ട് ചെയ്ത് വെക്കാം. ഒപ്പം പറ്റുമെങ്കിൽ ഡയഗ്രാംസും നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഡയഗ്രാംസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും. അത് ഇപ്പോഴേ തന്നെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അപ്പൊ ആറ്റിറ്റ്യൂഡായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് ആൻസർ ഇരിക്കുകയാണ്. നമ്മൾ മെയിൻസിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരു ഉത്തരം അവിടെ ഇരുന്ന് ചിന്തിച്ചുണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ പ്രീ ഉത്തരം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം കിട്ടും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉത്തരം എഴുതി തീർക്കാനുള്ള ഒരു ഇത് കിട്ടും. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ ഒരു പ്രാക്ടീസ് നല്ലതായിരിക്കും. ഇനിയുള്ളതാണ് ഓപ്ഷണൽ. ഇപ്പൊ ഓപ്ഷണലിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പലർക്കും കൺഫ്യൂഷൻ ആണ്. ഞാൻ എന്ത് ഓപ്ഷണൽ എടുക്കണം? ഫ്രണ്ട്സ് എല്ലാവരും മലയാളം എടുക്കുകയാണ്. ഇപ്പൊ ഇവിടെ എങ്കിൽ ഞാനും മലയാളം എടുക്കുന്നു. അല്ലെങ്കിൽ ആന്ത്രോപോളജി, സോഷ്യോളജിക്ക് സിലബസ് കുറവാണ്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വർഷം ടോപ്പേഴ്സ് കുറെ പേർക്ക് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനാണ്, ടോപ്പേഴ്സ് എല്ലാവരും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും കൺഫ്യൂസ് ആകാറുണ്ട്. പക്ഷെ ഓപ്ഷണലിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആക്ച്വലി 3 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് നമ്മുടെ കാലിബർ, അല്ലെങ്കിൽ നമുക്കുള്ള എക്സ്പെർട്ടീസ്. 2 അവൈലബിലിറ്റി ഓഫ് കോച്ചിങ് ആൻഡ് മെറ്റീരിയൽസ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് അതിലുള്ള ഇൻട്രസ്റ്റ്. ഈ 3ഉം കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഓപ്ഷണൽ എടുക്കാൻ. കാരണം ബാക്കി ആരും പറഞ്ഞത് കേട്ടു എന്ന് പറഞ്ഞ് നമ്മളൊരു ഓപ്ഷണൽ എടുത്താൽ നമുക്ക് അതിൽ നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ഓപ്ഷണൽ എന്ന് പറയുന്നത് സുവോളജിയാണ്.
സുവോളജി ആ സമയത്ത് വളരെ കുറച്ച് പേര്, എനിക്കൊന്ന് ഞാൻ എഴുതിയ വർഷം തന്നെ കേരളത്തിൽ 2 കുട്ടികൾ മാത്രമാണ് സുവോളജി ഓപ്ഷണൽ എടുത്ത് മെയിൻസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ വളരെ കുറച്ച് പേര് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷണൽ ആയിരുന്നു സുവോളജി. കോച്ചിങ് ഒന്നും ഉണ്ടായിരുന്നുമില്ല. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നോട് പലരും സജസ്റ്റ് ചെയ്തു അത് നല്ലൊരു ചോയ്സ് അല്ല, വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തത് ഒന്ന് സിലബസ് എടുത്ത് നോക്കി ആദ്യം. സിലബസ് നോക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ച് അനലൈസിസ് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി, ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 80% ഞാൻ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ തന്നെ കവർ ചെയ്ത കാര്യമാണ്. ഈ 20% ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ ഐ കുഡ് മാനേജ്. മാത്രമല്ല എനിക്കൊരു പോസിറ്റീവ് ഉണ്ടായിരുന്നത്, ഞാൻ നന്നായിട്ട് ഡയഗ്രംസ് വരയ്ക്കുമായിരുന്നു. അപ്പൊ സുവോളജിയെ സംബന്ധിച്ച് ഡയഗ്രംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ 2 ഫാക്ടറും കൺസിഡർ ചെയ്ത് ഞാൻ സുവോളജി എടുക്കാൻ തീരുമാനിച്ചു. കോച്ചിങ് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്തു. എനിക്കൊരു ഡീസന്റ് സ്കോർ കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിലൊരു മിസ്റ്റേക്ക് ചെയ്തത്, മോക്ക് ടെസ്റ്റ് നന്നായിട്ട് അവൈലബിൾ അല്ലായിരുന്നു. ഞാൻ ഒരു ഒന്നോ രണ്ടോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിക്കൊണ്ടാണ് ഞാൻ എക്സാമിലേക്ക് പോയത്. അപ്പൊ എനിക്ക് പ്രോപ്പർ ഫീഡ്ബാക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അതുകൂടെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ മാർക്ക് ഓപ്ഷണൽ ചിലപ്പോൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞേക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു മോക്ക് ടെസ്റ്റ് എടുക്കാനായിട്ട് ഓപ്ഷണൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്താലും ശ്രമിക്കുക. മാത്രമല്ല നമ്മുടെ ഗാലന്റ് ഹിസ്റ്ററി, ബോട്ടണി, സുവോളജി, മലയാളം ഈ 4 സബ്ജക്ട്സിന് ഓപ്ഷണൽ തരുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സബ്ജക്റ്റുകളാണ് എടുക്കാൻ ആഗ്രഹമെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെയുള്ള ഫാക്കൽറ്റീസുമായിട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് അതിന്റെ അപ്സ് ആൻഡ് ഡൗൺസും അവരുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും തോന്നും, ചിലപ്പോൾ ഒരുപാട് പേര് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും കോച്ചിങ് വേണോ വേണ്ടേ എന്നൊരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്റെ കോച്ചിങ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഫുൾ സിലബസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ഒരു തവണ ഞാൻ ഫുൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കവർ ചെയ്തപ്പോൾ എത്തിക്സ് പേപ്പർ തന്നെ എടുക്കാം. ആദ്യം ഞാൻ ലെക്സിക്കോൺ ബുക്ക് വായിച്ചു, അത് വാങ്ങി അത് മുഴുവൻ വായിച്ചു. അത് കഴിഞ്ഞ് ഒരു 2 കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വീഡിയോസ് ഫുള്ള് കണ്ടു. അപ്പൊ അവിടെ എവിടെയോ കേട്ടു ബാലാജിയുടേത് നല്ലതാണ്. അങ്ങനെ ബാലാജി സാറിന്റെ ഒരു എത്തിക്സ് ബുക്ക് വായിച്ചു, അതും വാങ്ങി. അപ്പൊ പറഞ്ഞത് ശരിയാണ്, ലെക്സിക്കോണിനെക്കാളും കുറച്ചുകൂടെ സിമ്പിൾ ആണ്, പക്ഷെ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ യൂട്യൂബിലെ കുറേയധികം വീഡിയോസ് കണ്ടു. ഇതെല്ലാം എനിക്ക് ചെയ്യാൻ ഒരുപാട് അധികം സമയം എടുത്തു. എന്നിട്ട് ഫൈനലി ഞാൻ എന്റേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുകയാണ് ചെയ്തത്. പക്ഷേ നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ ഇതെല്ലാം ഓൾറെഡി ചെയ്ത ആളുകളാണ് നിങ്ങളുടെ ഫാക്കൽറ്റീസ് ആയിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഒരു സ്ട്രാറ്റജി റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അധികം സമയം ലാഭിക്കാൻ പറ്റും. നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെയധികം സ്ട്രീം ലൈൻഡ് ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ ശരിക്കും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കൊരു നല്ല സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ഗൈഡൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അൾട്ടിമേറ്റ്ലി പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. മാത്രമല്ല പലപ്പോഴും നമുക്ക് പ്ലാൻ ഉണ്ടാക്കാനും ഒക്കെ ഡിഫിക്കൽട്ടീസ് വരാറുണ്ട്. അപ്പൊ ആ പ്ലാനിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാൻ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമുക്കൊരു മോക്ക് ടെസ്റ്റിന്റെ പ്ലാൻ തരും, ഫുൾ സിലബസ് പ്ലാൻ തരും. അപ്പൊ അവരുടെ സിലബസ് അനുസരിച്ച് നമുക്ക് പഠിച്ചു പോയാൽ മതി. അപ്പൊ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കാനും നമ്മളെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെൽപ്പ് ചെയ്യും. അതിൽ സ്റ്റിക്ക് ചെയ്യാൻ, കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കാനും നമുക്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് ഫീഡ്ബാക്ക്. നമ്മൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാത്ത സാധനവും ഫീഡ്ബാക്ക് ആണ്. അത് നമുക്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടും. നമുക്ക് എവിടെയാണ് നമുക്ക് കുറവുള്ളത്, അത് അവർ തന്നെ കണ്ടെത്തി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഡെഫിനറ്റ്ലി നമ്മളും വർക്ക് ചെയ്യണം. നമുക്ക് അവരോട് ചോദിക്കാം, ഡൗട്ട്സ് ചോദിക്കാം, അവർ നമുക്ക് അത് ക്ലിയറും ചെയ്തു തരും. അപ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാൻ കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ പ്രിപ്പറേഷൻ മൾട്ടിപ്പിൾ ടൈംസ് ബൂസ്റ്റ് ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി പ്രിപ്പറേഷന്റെ ഒപ്പം വരുന്ന ഒരു ഡൗട്ടാണ് നമ്മൾ എങ്ങനെ ടൈം മാനേജ് ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ എനിക്കറിയില്ല ഇതിനകത്ത് എത്രത്തോളം പേരുണ്ടെന്ന്, എത്ര ടൈപ്പ് ഓഫ് ആളുകളുണ്ടെന്ന് അറിയില്ല. ചിലപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ടാവും, ഇപ്പൊ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും, കുട്ടികളുണ്ടാവും, ഇപ്പൊ എന്നെ പോലെ അമ്മമാരായിട്ടുള്ളവരുണ്ടാവും, റെഗുലർ ആസ്പിറൻസ് ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്ന ടൈം ഡിഫറെന്റ് ആണ്. ഓരോരുത്തരുടെയും ടൈം അവൈലബിലിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. മാത്രമല്ല എല്ലാവരുടെയും കാലിബറും ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു സബ്ജക്റ്റിൽ എത്ര സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഈ 2 ഫാക്ടറിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. മാത്രമല്ല നമ്മൾ പ്രിപ്പറേഷൻ ജേർണിയിൽ ഡിഫറെന്റ് സ്റ്റേജസിൽ എത്തുമ്പോഴും നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ടൈം ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ പലരും കേട്ടിട്ടുണ്ട് 16 മണിക്കൂർ പഠിക്കണം, 18 മണിക്കൂറൊക്കെ പഠിക്കണം. അതൊക്കെ ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ചിലപ്പോൾ നമ്മൾ മെയിൻസ് ഒക്കെ എത്തുമ്പോൾ അത്രയും പഠിച്ച ദിവസങ്ങൾ ഉണ്ടാവും. പക്ഷെ കൺസിസ്റ്റന്റ്ലി ഒരു വർഷം ഇത് പഠിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. അതിനേക്കാളൊക്കെ ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ഇപ്പോൾ വർക്കിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിൽ അവർക്ക് കിട്ടുന്ന ടൈം വളരെ കുറവാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 4 hours എങ്കിലും സ്പെൻഡ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യുക എന്നുള്ളത് മസ്റ്റ് ആണ്. അതേസമയം റെഗുലർ ആസ്പിറന്റ് ആണെങ്കിൽ ഗെറ്റ് മോർ ടൈം. അപ്പോൾ അത് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുക. ചുമ്മാ വേറെ ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകാതെ ആ കിട്ടുന്ന സമയം അത്രയും പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
ഞാൻ പറഞ്ഞ പോലെ ആദ്യമേ തന്നെ നമുക്ക് എത്ര സമയമാണ് ഉള്ളത്, ഓരോ പേഴ്സണും അത് വേരി ചെയ്യും. അത് മനസ്സിലാക്കുക. അതനുസരിച്ച് ഒരു ഇയർലി പ്ലാൻ ഉണ്ടാക്കുക. കൂടുതൽ സമയമുള്ളവര് റിവിഷൻസിനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കുക. കുറച്ച് സമയമുള്ളവര് അത് അങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്ത് പ്ലാൻ ചെയ്യാം. 4 അവറേ ഉള്ളൂ എങ്കിൽ നമ്മളുടെ ടാർഗറ്റും അത്രയും ലെങ്തിലായിരിക്കും. അപ്പൊ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യുക. ഇനി ഡെഫിനറ്റ്ലി നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. എന്നിട്ട് അത് സ്റ്റിക്ക് ചെയ്യാനും ശ്രമിക്കാം. പക്ഷെ ടൈം ടേബിൾ നമ്മൾ പലപ്പോഴും ഉണ്ടാക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ 16 മണിക്കൂറിന്റെയും 18 മണിക്കൂറിന്റെയും ടൈം ടേബിൾ ആയിരിക്കും. അപ്പൊ അതില് സ്റ്റിക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമുക്കത് ചെയ്യാൻ നമ്മൾ അത്രയും എത്തിച്ചേരാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവും. പിന്നെ ഗിൽറ്റ് അടിച്ച് കുറെ ദിവസം കളയും. ഇത് ഈ മിക്ക ആസ്പിരൻസിനും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കുക. നമ്മളെ കൊണ്ട് ഒരു ദിവസം എത്ര പഠിക്കാൻ പറ്റും എന്ന് ആദ്യം ഒന്ന് അനലൈസ് ചെയ്യുക. ആദ്യത്തെ ദിവസം തന്നെ ഈ വലിയ ടൈം ടേബിൾ ഉണ്ടാക്കാതിരിക്കുക. ആദ്യ ദിവസം കുറേശ്ശെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടൈം കൂട്ടി കൊണ്ടുവരിക. അപ്പൊ നമുക്ക് ജേർണി ഭയങ്കര ഒരു ഹെക്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആയി നമുക്കിത് നമ്മൾ ഹേറ്റ് ചെയ്ത് തുടങ്ങും. അങ്ങനെ ഒരിക്കലും ഈ പ്രിപ്പറേഷനെ കൊണ്ടുപോകാതിരിക്കുക. മാത്രമല്ല എല്ലാ ആഴ്ചയും കുറച്ച് ബഫർ ഇടാനായിട്ട് ശ്രമിക്കുക. അതൊരു കംപ്ലീറ്റ് ഡേ തന്നെ ഒരു ബഫർ ആയിട്ട് ഇട്ടാൽ നല്ലതായിരിക്കും. നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരുപാട് ഈവന്റ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് കുഞ്ഞിനൊരു അസുഖം വന്നാൽ ചിലപ്പോൾ ആ ദിവസം പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഞാനൊരു ബഫർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി കൂൾ ആൻഡ് റിലാക്സ്ഡ്. അല്ലെങ്കിൽ നമുക്ക് തോന്നും അയ്യോ ഞാൻ ഇത്രയും പഠിച്ചില്ലല്ലോ, ഇനി നാളെ അതെങ്ങനെ കവർ ചെയ്യുമെന്ന് നമ്മൾ ചിന്തിച്ച് വിഷമിച്ചിരിക്കും. പക്ഷെ ഒരു ബഫർ ഡേ ഉണ്ടെങ്കിൽ ഓക്കെ അത് അന്ന് കവർ ചെയ്യാം എന്ന് നമ്മൾ സമാധാനിച്ച് ആ പ്രസന്റിലായിരിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഒരു ബഫർ കൂടെ ഇടാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ നമ്മളൊരു 1 ഇയർ ജേർണിയാണ്. 1 ഇയർ അല്ല, ഓൾമോസ്റ്റ് 2 ഇയർ ജേർണിയാണ് നമ്മൾ പ്രിപ്പറേഷൻ പ്ലസ് എക്സാമിന്റെ 1 ഇയർ സൈക്കിൾ. അപ്പൊ ഇത് ഭയങ്കര ലെങ്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ എക്സോസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഹോബി കണ്ടുപിടിക്കുക. ഈ ഹോബി നിങ്ങൾക്ക് ഡാഫിനും ഹെൽപ്ഫുൾ ആവും. അപ്പൊ ഒരു ഹോബി അത് ഇതിന്റെ ഇടയിൽ കൂടെ പെർസ്യൂ, വരയ്ക്കുന്നവരാണെങ്കിൽ വരയ്ക്കുക, പാട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒക്കെ പാട്ട് കാണുക, ഇടയ്ക്കൊക്കെ ഫിലിം ഒക്കെ കാണാൻ ശ്രമിക്കുക. പക്ഷേ കംപ്ലീറ്റ്ലി നിങ്ങൾ ഡിസ്ട്രാക്ട് ആവാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര അഡിക്ഷൻ ഉള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയ മാറ്റി വെക്കുന്നതാണ് നല്ലത്. അതേസമയം ഒരു മൂവി കണ്ടു, ഒരു എപ്പിസോഡ് സീരിയൽ കണ്ടു എന്ന് പറഞ്ഞ ഒരു പ്രശ്നവും ഇല്ല. ബട്ട് നമ്മൾ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഡിസ്ട്രാക്ഷൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ എക്സാമിന്റെ ഒരു രീതിയായിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ടൈപ്പ് ചെയ്യുകയോ ഇത് ഓൺ ചെയ്ത് മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കുകയോ ചെയ്യാം. ന്യൂസ് പേപ്പർ റീഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ലൈക്ക് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ സിലബസ് തറവാണെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ റീഡിങ് ഭയങ്കര എളുപ്പമാണ്. കാരണം നമുക്ക് ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ആദ്യം ചെയ്യുക, നമ്മൾ സിലബസ് കവർ ചെയ്യുന്നു. എന്നിട്ട് ന്യൂസ് പേപ്പർ നമ്മൾ ആദ്യം ഒരു 2-3 പ്രാവശ്യം, അതായത് ഒരു മേ ബി 1 മന്ത് ഒക്കെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഒരുപാട് ടൈം എടുക്കും നമുക്കത് വായിച്ച് ന്യൂസ് പേപ്പർ എടുക്കാൻ. നമ്മൾ കാരണം ബാക്ക് ടു ബാക്ക് വായിക്കാനായിരിക്കും ശ്രമിക്കുക. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും റിക്കറിംഗ് ടോപ്പിക്സ് ഉണ്ട്. ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നെ അവോയ്ഡ് ചെയ്ത് പോകാൻ പറ്റും. ഇമ്പോർട്ടന്റ് സാധനങ്ങൾ മാത്രം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതൊരു ബൈ പ്രാക്ടീസ് വരുന്ന ഒരു കാര്യമാണ്. ന്യൂസ് പേപ്പറിനൊപ്പം മറ്റ് കോംപ്ലിമെന്റ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മൾട്ടിപ്പിൾ ന്യൂസ് പേപ്പർ വായിക്കുക എല്ലാവർക്കും പറ്റുമെന്ന് വരില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ന്യൂസ് പേപ്പർ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് മൾട്ടിപ്പിൾ ന്യൂസ് പേപ്പർ ഹെൽപ്പ് കിട്ടുക കറണ്ട് അഫയർ അനാലിസിസിലേക്ക് പോകുമ്പോഴാണ്. അത് നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻസർ റൈറ്റിംഗ് ഈസി ആക്കാനോ? എങ്ങനെയാണ് ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന്? ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിൽ നമ്മൾ ഒരു ടോപ്പിക്ക് കഴിയുമല്ലോ. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഞാനിപ്പോ പോളിറ്റിയിലാണ് ഒരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞുവെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ എടുത്ത് ഞാനൊരു ഉത്തരം ചെയ്യുമായിരുന്നു. ഇപ്പൊ ഞാൻ ആദ്യമേ സൂചിച്ചല്ലോ, ഞാൻ സെക്ടറിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു പിയർ റിവ്യൂ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന കമന്റ്സ് എടുത്ത് ഇംപ്രൂവ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഇപ്പൊ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഇങ്ങനത്തെ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അവർ തന്നെ നമുക്ക് ഫീഡ്ബാക്ക് തരും. അപ്പൊ നമ്മൾ എക്സാമിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ജനറലി അതിനകത്ത് കുറെ ഫാക്ടേഴ്സ് ഉണ്ടാവും ക്വസ്റ്റ്യന്റെ. ഒന്ന്, നമുക്കിപ്പോ എന്താണ് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്? ഇപ്പൊ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുകയാണോ, എക്സ്പ്ലെയിൻ ചെയ്യുകയാണോ? അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം. കീവേഡ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അങ്ങനത്തെ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. ഇതുപോലത്തെ ഞാൻ പറയുവാണ്, ഇങ്ങനത്തെ കുറച്ച് ടേംസ് ഉണ്ടാവും. ഫസ്റ്റ് അത് മനസ്സിലാക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം ഫോർ എക്സാമ്പിൾ ഒരു അവൈലബിലിറ്റി ജിയോഗ്രഫിയിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ആണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കാം. അതുപോലെ എവിടെയാണ് കൂടുതൽ, ഇന്ത്യയിലും ചിലപ്പോൾ ചോദിക്കാം, വേൾഡിലും ചോദിക്കാം. അപ്പൊ 2 ഫാക്ടർ ഉണ്ടോ, അത് നമ്മൾ അനലൈസ് ചെയ്യാം. അപ്പൊ അതിന് ഡിഫറെന്റ് ഹെഡിങ്സ് ആയിട്ട് എഴുതി കഴിഞ്ഞ് നമുക്ക് അതിനെ ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റും ക്വസ്റ്റിനെ. എന്നിട്ട് ആ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ അഡ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അറിയുന്ന എല്ലാം എഴുതുന്നതിനേക്കാൾ ഉപരി ഈ എല്ലാ ഫാക്ടേഴ്സും അഡ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടും.
പിന്നെ അതിന്റെ ഒപ്പമാണ് ഈ പറയുന്ന നമ്മൾ ഡയഗ്രാംസ് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഡേറ്റാസ് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, മാപ്സ് ആഡ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ നമുക്ക് വാല്യൂ അഡിഷൻ തരും. ഇത് ബൈ പ്രാക്ടീസ് നമുക്ക് വരും. അപ്പൊ ഞാൻ ചെയ്തിരുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, എവിടെയെങ്കിലും ഒരു ഉത്തരം കാണുവാണെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും ഒരു ഡയഗ്രാം ആക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ എക്സാമിന് പോയി ഇരിക്കുമ്പോഴല്ല, പ്രീവിയസ്ലി ഡയഗ്രാംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നേരെ എടുത്ത് ഉപയോഗിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അപ്രോച്ച് അതാണ് ഇപ്പോഴേ തന്നെ നമ്മൾ ഇത് ചെയ്തു പോവുകയാണെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത കൊമേഴ്സിലാണ്. സോ എനിക്ക് കൂടുതൽ കൊമേഴ്സ് ആണ് കംഫർട്ടബിൾ. പക്ഷെ എന്റെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാല്, ഇപ്പോ നമ്മള് സിവിൽ സർവീസിന് പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഹിസ്റ്ററിയിലെ കുറെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോ എന്തുകൊണ്ട് ഓപ്ഷണൽ ഹിസ്റ്ററി എടുത്തുകൂടാ? കൊമേഴ്സ് വീണ്ടും നമ്മൾ ഇതിനു വേണ്ടി പഠിക്കണല്ലോ. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ അല്ലയോ? ഇപ്പൊ ഒരുപാട് ഗ്യാപ്പ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് വെച്ചോ, ഡിഗ്രി കഴിഞ്ഞ് ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഡിഗ്രിക്ക് അത്രയും കംഫർട്ട് അല്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഡെഫിനറ്റ്ലി ഞാൻ സജസ്റ്റ് ചെയ്യില്ല കൊമേഴ്സ് എടുക്കണമെന്ന്. അങ്ങനെയെങ്കിൽ പുതിയൊരു ഓപ്ഷനിലേക്ക് പോകുന്നതിൽ തെറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ടൈം കുറച്ചുകൂടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുക നമ്മൾ പ്രീവിയസ്ലി പഠിച്ചൊരു ടോപ്പിക് ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണിത് ഈ പറയുന്നത്. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾ ഹിസ്റ്ററി നോക്കുകയാണ്, നിങ്ങൾക്ക് ഹിസ്റ്ററി നല്ല കംഫർട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഇപ്പൊ കോച്ചിങ് നല്ലത് അവൈലബിൾ ആണ്, ഇപ്പൊ ഗാലന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് എടുക്കാം. അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൊമേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് എടുത്ത് നോക്കുക. അതാണോ നിങ്ങൾക്ക് മോർ കംഫർട്ടബിൾ, ഹിസ്റ്ററി ആണോ മോർ കംഫർട്ടബിൾ? ഇതെല്ലാം നമുക്കുള്ള ടൈം അവൈലബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ എനിക്ക് ഹിസ്റ്ററി തീരെ അറിയാത്ത ഒരാളാണ്, എനിക്ക് ഹിസ്റ്ററി പഠിക്കാൻ താല്പര്യമില്ല, അപ്പൊ ഞാൻ ഹിസ്റ്ററി എടുത്തിട്ട് കാര്യമില്ല. പക്ഷെ ഇപ്പൊ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു സ്റ്റഡി മോർ അബൌട്ട് ഹിസ്റ്ററി, ദെൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്, നോ വറീസ്. അത് പ്രശ്നമില്ല. രണ്ടും ഒന്ന് മാർക്ക് ആണ് നമുക്ക് അൾട്ടിമേറ്റ്ലി വേണ്ട കാര്യം. അതൊന്ന് ഓർക്കുക, അത്രേ ഉള്ളൂ. ഏതാണ് കൂടുതൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക അത് നോക്കുക. എത്തിക്സിന്റെ സ്ട്രാറ്റജി ചോദിച്ചിട്ടുണ്ടായിരുന്നേ. എത്തിക്സിന് ജനറലി 2 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഒന്ന് നമ്മുടെ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, കേസ് സ്റ്റഡീസ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ എന്റെ മെയിൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഇതായിരുന്നു. ഒരു ബുക്ക് ഉണ്ടായിരുന്നു, എനിക്കൊരു ബുക്ക്. അതിനകത്ത് ഞാൻ ഈ പലതും കളക്ട് ചെയ്ത് വെക്കും, കോഡ്സ്, ഡയഗ്രാംസ്, ഈ ഡിഫറെന്റ് എക്സാമ്പിൾസ്. അപ്പൊ ഇത് വെച്ച് നമുക്ക് തിയറി ഒരുവിധം നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റും. പിന്നെ ഉള്ളത് കേസ് സ്റ്റഡീസ് ആണ്. ഈ എത്തിക്സിന്റെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും, ശരിക്കും എങ്ങനെയാണ് ഓരോ ടൈപ്സ് ഓഫ് കേസ് സ്റ്റഡീസ് അറ്റംപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇറ്റ്സ് എ ബിഗ് ടോപ്പിക്. അപ്പം കേസ് സ്റ്റഡീസ് നമുക്ക് ഓരോന്നും ഡിഫറെന്റ് ആയിട്ട് നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ നമ്മൾ ബൈ പ്രാക്ടീസ് അത് വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്വസ്റ്റനിൽ നമ്മൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, എന്നിട്ട് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇത് മാറും കേട്ടോ. അപ്പൊ അത് എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞാൽ എനിക്ക് ശരിയാവും ക്വസ്റ്റ്യൻ, എങ്കിലും ഞാൻ പറയാം. ഇപ്പൊ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോഡ്സ് വെച്ച് നിങ്ങൾക്ക് കേസ് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതിൽ ABCD എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതെല്ലാം അഡ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ കേസ് സ്റ്റഡി, ഈ നമ്മുടെ എത്തിക്സ് പേപ്പറിൽ വരുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ടൈമാണ്. ഞാൻ എഴുതിയ വർഷം ഭയങ്കര ലെങ്തി പേപ്പർ ആയിരുന്നു. അപ്പൊ അത് നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റണം. അതുപോലെ ഈ കേസ് സ്റ്റഡീസിൽ ഞാൻ ഈ സ്ട്രക്ചർ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകുമ്പോൾ പല ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ഇന്നോവേഷൻസ് ഓരോന്നിലും കൊണ്ടുവരിക. ഈ എത്തിക്സ് എസ്എ പേപ്പേഴ്സിന് മാർക്ക് നമുക്ക് കൂടുതൽ കിട്ടുന്നത് ബാക്കിയുള്ളവരിൽ നിന്ന് എന്ത് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നു എന്നതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അത് നമ്മൾ തന്നെ വർക്ക് ചെയ്യുക. എനിക്കൊന്ന് ബാലാജിയുടെ ബുക്കാണ് ബാലാജി സാറിന്റെ ബുക്കാണ് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഹൗ ടു മേക്ക് നോട്ട്സ് ഓൺ ദാറ്റ് ടോപ്പിക്, കുഡ് യു എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ? ഓക്കെ, ഈ ടോപ്പിക്കിന്റെ കാര്യം ഞാൻ സെയിം തിങ് ഞാൻ എല്ലാത്തിനും അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ വുമൺ ഇഷ്യൂ ആണ് എങ്കിൽ അതുമായിട്ട് ഏത് ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴും എവിടെയെങ്കിലും പഠിക്കുന്ന കാണുന്നത് ഞാൻ കളക്ട് ചെയ്ത് വെക്കും. പിന്നെ ഒരു എക്സ്ട്രാ കാര്യം കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസൈറ്റിന്റെ തന്നെ സെക്യൂർ സിനോപ്സിസ് എന്ന് പറഞ്ഞിട്ട് PDF-കൾ അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സിലബസ് അനുസരിച്ചാണ് അത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. മറ്റു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും ഉണ്ടാകും. അപ്പൊ അത് ഞാനൊന്ന് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ ഇതിലൊന്നും ഇല്ലാത്ത എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുമായിരുന്നു. അപ്പൊ അതെനിക്ക് നമുക്ക് എല്ലാം അതിനകത്ത് തന്നെ കിട്ടും. കൈൻഡ് ഓഫ് എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യും. ഒരു നവംബർ ടു എക്സാം വരെയുള്ള ഇത് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ ഇൻസൈറ്റ് സെക്യൂസും ആ വർഷം. ഓൺലൈൻ റിസോഴ്സസ് ഫോർ മെയിൻസിന് നമ്മുടെ ജനറൽ ബുക്കുകളിലുള്ള കാര്യം തന്നെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻസിൽ എന്നുള്ളതാണ് എടുത്തത്. PT 365 ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മെയിൻസിന് വേണ്ടിയിട്ട്. അത് നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഡെഫിനറ്റ്ലി പ്രൊവൈഡ് ചെയ്യും കേട്ടോ, മെറ്റീരിയൽസ് ഒക്കെ. ഈസ് ദെയർ ബോട്ടണി പ്രിലിംസ്?
ബോട്ടണിയും പ്രിലിംസിലെ ബോട്ടണി എന്നില്ല, പക്ഷെ സയൻസ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾ +1 +2 പഠിച്ച ടെക്സ്റ്റ് ബുക്കിലെ ബോട്ടണി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, NCERT-യിലെ ക്വസ്റ്റ്യൻസ്. മെയിൻസിന് ബോട്ടണി ഉണ്ട്, ഓപ്ഷണൽ ഉണ്ട്. അത് ഓപ്ഷണൽ ഗാലന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോച്ചിങ്. ആൻസർ റൈറ്റിംഗ് ചെയ്യുമ്പോൾ എക്സാമ്പിൾസ് ആൻഡ് ഡേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതെല്ലാം നമുക്ക് ബ്രൗസ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ ടെക്സ്റ്റ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽസ്, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ്, ഈ ഞാൻ പറഞ്ഞ സെക്യൂറിന്റെ സോഴ്സ്, ഇതിലൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം തപ്പിയെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ കുറച്ച് സമയം ഡെഡിക്കേറ്റ് ചെയ്യണം. ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്ത ശേഷം എല്ലാ ദിവസവും രാവിലെ 1 hour ഇതിന് വേണ്ടി മാത്രം എല്ലാ ദിവസവും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, എക്സാമ്പിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഇരുന്ന് സെർച്ച് ചെയ്ത് ഓരോ ടോപ്പിക്കിനായി സെർച്ച് ചെയ്ത് തന്നെയാണ് ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ കുറച്ച് വർക്ക് ചെയ്യണം. ബിഗിനർ ആണെങ്കിൽ NCERT ഡെഫിനറ്റ്ലി, ബിഗിനർ എന്നല്ല, ആരായാലും NCERT നന്നായിട്ട് പഠിച്ചേ പറ്റൂ. NCERT-യിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമുക്കൊരു ഹാങ് കിട്ടും, എല്ലാത്തിന്റെ ഒരു ബേസിക് നമുക്ക് മനസ്സിലാകുക NCERT എന്നാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഹയർ നമ്മുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ നോക്കാം. നിങ്ങൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരും ഇതെല്ലാം കവർ ചെയ്യും. അപ്പൊ ആദ്യം ഒന്നുകിൽ നിങ്ങൾ ഒന്ന് വായിച്ചിട്ട് പോകുക ആ ടോപ്പിക്ക്. അപ്പൊ ഒരു റിവിഷൻ ആവും നിങ്ങൾ വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ. അല്ലെങ്കിൽ തിരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് ആദ്യം കേൾക്കുക, എന്നിട്ട് റിവൈസ് ചെയ്യുക. അപ്പൊ 2 റിവിഷൻ ഓൾറെഡി ആയി, പിന്നെ അത് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക. ഇങ്ങനെ ഒരു അപ്രോച്ചാണ് ഞാനും എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫുള്ള് ഒരു തവണ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത ശേഷം എനിക്ക് അറിയാത്ത ടോപ്പിക്സ് മൾട്ടിപ്പിൾ ടൈംസ് അവിടെ കേൾക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഓൺലൈനിലാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു. മെയിൻസിന്റെ സിലബസിലെ മൈക്രോ ടോപ്പിക്സ് ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മുടെ സിലബസ് എടുത്ത ശേഷം സെയിം തിങ്, ഈ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസിലും, ഞാൻ പറഞ്ഞപ്പോൾ PT 365 ആണെങ്കിലും സെക്യൂർ ആണ്, ഇതിനകത്തൊക്കെ ഈ ഷോർട്ട് ആയിട്ട് തന്നെ അതിനകത്ത് വരും. അപ്പൊ എനിക്ക് എക്സ്ട്രാ പോയി ചെയ്യേണ്ടി വന്നില്ല. അപ്പൊ നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ട ഈ കാര്യങ്ങൾക്കാണ്. മൈക്രോ ടോപ്പിക്സ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ അതിനെ ബ്ലൈൻഡ് ആയിട്ട് അത് മാത്രമല്ലാതെ കുറച്ചുകൂടെ വാല്യൂ അഡിഷൻ കൊണ്ടുവരിക. അപ്പൊ നിങ്ങളുടെ കൂടെയുള്ള പിയറിൽ നിന്ന് നിങ്ങളുടെ ഉത്തരം കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് നിൽക്കും. അത്രേ ഉള്ളൂ. ഹൗ ടു ആൻസർ എ ക്വസ്റ്റ്യൻ കറക്റ്റ്ലി ഇൻ ആൻ ഇന്റർവ്യൂ? ഇന്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ഓർ റോങ് എന്നല്ല അവർ നോക്കുന്നത്, നമ്മൾ എന്ത് സ്റ്റാൻഡാണ് എടുക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഒരു ഒപ്പീനിയൻ കൊടുക്കുന്നത് എന്നാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ശരിയായാലും തെറ്റായാലും ആ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് വന്നു, എനിക്കത് അറിയില്ല, ഞാനത് അറിയില്ല എന്ന് പറയാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടോ എന്ന് വരെ അവർ ചെക്ക് ചെയ്യും. Really on current affairs, what was your strategy and how to have current affairs prelims as well as mains in the coming days? കറണ്ട് അഫയേഴ്സിന്റെ എന്റെ സ്ട്രാറ്റജി ഞാൻ കംപ്ലീറ്റ്ലി സജസ്റ്റ് ചെയ്യില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ ന്യൂസ് പേപ്പേഴ്സ് കംപ്ലീറ്റ്ലി വായിക്കുന്ന ഒരാളല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ്ലി ന്യൂസ് പേപ്പർ ഒരു എണ്ണം മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം, പ്ലസ് ഒരു കമ്പൈലേഷൻ. പിന്നെ നമ്മളെ മോക്സ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കറണ്ട് അഫയേഴ്സ് കിട്ടും. എനിക്ക് ഇത്തവണത്തേൽ ഞാൻ പ്രിലിംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കറണ്ട് അഫയേഴ്സിന് ഒരു ഇഷ്യൂ വന്നില്ല, കാരണം ഞാൻ ഇത്രയും മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ന്യൂസ് പേപ്പർ നോക്കുന്നുണ്ടായിരുന്നു, ഒരു കമ്പൈലേഷൻ വായിച്ചിട്ടുണ്ടായിരുന്നു, മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കറണ്ട് അഫയേഴ്സ് നമ്മൾ അതിൽ തന്നെ കവർ ആയി പോകും. ബട്ട് മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ എന്ത് സാധനമായാലും റിവൈസ് ചെയ്യണം. ഇപ്പൊ ഞാൻ PT 365 4-5 പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടാ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ നിൽക്കില്ല. നമ്മൾ മനുഷ്യരാണ്, അപ്പൊ നമ്മൾ മറന്നു പോകുന്നതാണ് മെയിൻ ഇഷ്യൂ. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ കാര്യം ഇതിനകത്ത് തന്നെ കവർ ആയിട്ടുണ്ടാവും. മൾട്ടിപ്പിൾ ടൈംസ് വായിക്കാൻ ശ്രമിക്കുക, ഒരുപാട് സോഴ്സസിലേക്ക് പോകാതിരിക്കുക, ഒറ്റ സാധനം തന്നെ മൾട്ടിപ്പിൾ ടൈംസ് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഡു വി വോണ്ട് ടു ഫോക്കസ് മെയിൻ ഓൺ കറണ്ട് അഫയേഴ്സ് ഓർ മോക്ക് ക്വസ്റ്റ്യൻസ്? ഇതാണ്, അത് രണ്ടും അങ്ങോട്ട്. നമ്മൾ കറണ്ട് അഫയേഴ്സ് വായിക്കുമ്പോഴും മോക്കിലും രണ്ടിലും കറണ്ട് അഫയേഴ്സ് വരാറുണ്ട്. നമ്മൾ ഈ കമ്പൈലേഷൻസ് നോക്കിക്കഴിഞ്ഞാലും കറണ്ട് അഫയേഴ്സ് ലൈക് മോക്ക് ക്വസ്റ്റ്യൻസിലും കറണ്ട് അഫയേഴ്സ് വരാറുണ്ട്. അപ്പൊ ഇതൊന്നും എന്താ പറയാ, രണ്ടും കൂടെ ഒന്നിച്ചു പോവുകയാണ് ചെയ്യുക. ഇപ്പൊ ഞാൻ ചെയ്യാറുള്ളത്, മോക്സിന്റെ ഒരു അപ്രോച്ച് ഞാൻ പറയാം. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മോക്കിന്റെ രീതി എന്ന് പറയുന്നത്, ഞാൻ എല്ലാം ടാബിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ടാബിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫസ്റ്റ് റൗണ്ട് മോക്ക് ചെയ്യും. അപ്പൊ എനിക്ക് അറിയാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഒരുപാട് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അത് ഞാൻ നന്നായിട്ട് അനലൈസ് ചെയ്യും. തെറ്റിയ ക്വസ്റ്റ്യൻസും ചെയ്യും, ശരി കിട്ടിയ ക്വസ്റ്റ്യൻസും വീണ്ടും ഒന്ന് അനലൈസ് ചെയ്യും. എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്, എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ എന്ന് നോക്കും. എന്നിട്ട് ഇതേ ക്വസ്റ്റ്യൻ തന്നെ 3-4 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ എഴുതും. അപ്പോഴും എനിക്ക് ഫുൾ മാർക്സ് കിട്ടാറില്ല. അപ്പൊ കുറെ ക്വസ്റ്റ്യൻ അവിടെയും വീണ്ടും മിസ്സിംഗ് വന്നിട്ടുണ്ടാവും. അപ്പൊ അത് ഞാൻ വീണ്ടും പഠിക്കും. പിന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് അറിയില്ലെങ്കിൽ ഞാനൊരു ബുക്കിൽ ആ നോട്ട്സ് കറക്റ്റ് ചെയ്ത് വെച്ച് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എക്സാമിന് കയറും മുമ്പ് റിവൈസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇന്റർനാഷണൽ റിലേഷൻ, ഹിസ്റ്ററി ഒക്കെ ഞാൻ ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ആയിരുന്നു. അപ്പൊ അതിനൊക്കെ ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഓപ്ഷണൽ സബ്ജക്ട്സിന് വെയിറ്റേജ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല. നമ്മൾ എന്ത് സ്കോർ ചെയ്യുന്ന, എല്ലാത്തിലും ഹൈ സ്കോർ ചെയ്യുന്നവരുണ്ട്, ലോ സ്കോർ ചെയ്യുന്നവരുണ്ട്. നമ്മൾ എന്താണോ അതിനകത്ത് എഴുതുന്നത് അതേ നമുക്ക് കിട്ടുള്ളൂ.
ഇപ്പൊ സുവോളജിയെ സംബന്ധിച്ച് എന്റെ വർഷം ഒരുപാട് പേർക്ക് സുവോളജിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു മനുഷ്യനെയും കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഓരോ വർഷവും അത് ഡിഫറന്റ് ആവും. അത് നമുക്ക് ആ വർഷത്തെ ഇവാലുവേഷന്റെയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതൊന്നും മാറ്റർ അല്ല. നമ്മൾ എന്താണോ ഉത്തരം എഴുതുന്നത് അതാണ് മാറ്റർ. അപ്പൊ ഈ 3 നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നല്ല മാർക്ക് കിട്ടും. പിന്നെ കുറച്ച് എന്തൊക്കെയോ നോർമലൈസേഷൻ മെത്തേഡ്സ് UPSC ചെയ്യുന്നുണ്ട്. അതൊന്നും അത്ര ട്രാൻസ്പാരന്റ് അല്ല. അപ്പൊ അതൊന്നും നമുക്ക് അറിയില്ല അതെങ്ങനെയാണ് ആ സംഭവം പോകുന്നത്. നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സിലബസ് കംപ്ലീറ്റ്ലി ചെയ്യാം. സിലബസ് കംപ്ലീറ്റ് പഠിച്ചിട്ട് പോവുക. ഓപ്ഷണലിന്റെ ഏത് സബ്ജക്റ്റ് ആയാലും ഓപ്ഷണൽ കംപ്ലീറ്റ് നോക്കുക. പേപ്പർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. കാരണം എനിക്ക് ഈ സുവോളജി ഞാൻ പഠിച്ചു, കോച്ചിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ മോക്സ് രണ്ടെണ്ണം മാത്രമേ 2 ടെസ്റ്റ് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് 50 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, അതായത് 20, 15, 15 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ 20 നന്നായിട്ട് അറിയാം, പക്ഷെ 15 നേരെ അറിയാത്തൊരു സാഹചര്യം വരും. ചില ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്ത് 20 അത്ര അറിയില്ല, പക്ഷെ 15 നന്നായിട്ട് അറിയാം. പക്ഷെ ഏത് ക്വസ്റ്റ്യൻ എഴുതുമ്പോഴാണ് കൂടുതൽ മാർക്ക് കിട്ടുന്നത്, ഇങ്ങനെയുള്ള അനാലിസിസുകളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫുൾ ലെങ്ത് എഴുതി ഇങ്ങനത്തെ അനാലിസിസ് കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കോർ കിട്ടുകയുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ മാത്രമല്ല, എനിക്ക് കുറച്ച് മിസ്റ്റേക്സ് സുവോളജി പേപ്പറിൽ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യന്റെ ഹാഫ് പോർഷൻ ഞാൻ കണ്ടില്ല. അങ്ങനെ അത് ഹാഫ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കംപ്ലീറ്റ്ലി അറിയില്ലായിരുന്നു, കമ്പൽസറി ക്വസ്റ്റ്യൻ. അപ്പൊ അതൊക്കെ എനിക്ക് വിടേണ്ടി വന്നു. എന്നിട്ടും എനിക്ക് 273 മാർക്സ് ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്റെ ഈ വരപ്പും ഞാൻ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്തതാണ്. നന്നായിട്ട് സിലബസ് കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പോർഷൻ പഠിക്കാതെ പോയതിന് തന്നെ കൃത്യമായി ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ അതുകൊണ്ട് സിലബസ് ഫുള്ള് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഗ്രൂപ്പ് സ്റ്റഡി ഇത് പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഫുള്ള് ഇൻഡിവിജ്വലി ഒറ്റയ്ക്ക് വീട്ടിനകത്ത് ഇരുന്ന് പഠിച്ച ഒരാളാണ്. പക്ഷെ ഇന്റർവ്യൂവിന്റെ സമയമായപ്പോ എനിക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ട് എങ്കിൽ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കംപ്ലീറ്റ്ലി നിങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്കായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സ്റ്റഡി ഉണ്ടെങ്കിൽ അതും ഫോളോ ചെയ്യാം. പക്ഷെ ഒരു പിയർ ഗ്രൂപ്പ് കൂടെ ഉള്ളത് നല്ലതാണ് എപ്പോഴും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് സംസാരിക്കാനായാലും മറ്റുള്ളവരായിട്ട് സംസാരിക്കുമ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യുമ്പോഴും ഒക്കെ ഉള്ള ഒരു ചേഞ്ച് അതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പിയർ ഗ്രൂപ്പ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു, എല്ലാവരുടെയും വ്യൂ പോയിന്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതെനിക്ക് ഇന്റർവ്യൂവിലാണ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളത്. മറ്റ് സ്റ്റേജസിൽ അത്ര പ്രശ്നം വന്നിട്ടില്ല. എനിക്ക് ഈ കറണ്ട് അഫയേഴ്സ് ഓർ മോക്ക് ക്വസ്റ്റ്യൻസ് ഇത് നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. മോക്കിലെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ ജോലി എന്ന് പറയുന്ന ബേസിക്സ് തറവായിരിക്കുക. ബേസിക്സ് വരുന്നത് തെറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടവും വരും. അപ്പൊ അതുകൊണ്ട് ബേസിക്സ് നല്ല തറവായിരിക്കുക. ബേസിക്സ് നല്ല തറവാണെങ്കിൽ ക്ലിയർ ആവാനുള്ള മാർക്ക് നമുക്ക് കിട്ടും. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻസ് ഈസ് ഈക്വലി ഗുഡ്. പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും അത് മൾട്ടിപ്പിൾ ടൈംസ് വായിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് വായിക്കാൻ നിൽക്കരുത്. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. കാരണം ഞാൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ സെൽഫ് പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഓൺലൈൻ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ഇപ്പൊ തന്നെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നെങ്കിൽ അവരുടെ തന്നെ നോക്കുക. പക്ഷെ അത് മൾട്ടിപ്പിൾ ടൈംസ് വായിക്കുക. എന്ത് സാധനമായാലും മൾട്ടിപ്പിൾ വായിക്കുക. Degree student, I'm planning to go for coaching after my graduation. Is it okay after degree? Do I have to join my post graduation? നമുക്ക് IASന് ബേസിക്കലി വേണ്ട സാധനം ഒരു ഡിഗ്രി മാത്രമാണ്. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടേതാണ്. അപ്പൊ നിങ്ങൾ കോച്ചിങ് ജോയിൻ ചെയ്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സിവിൽ സർവീസ് ക്ലിയർ ചെയ്താൽ പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് ഒരു വലിയ ടൈം ഉണ്ട്. അതിനിടയിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ പഠിക്കാം. അതുകൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ പിന്നെ ചെയ്യാം, ഡോക്ടറേറ്റ് എടുക്കാം, വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൾട്ടിപ്പിൾ ഡിഗ്രീസ് എടുക്കാം. ഇതെല്ലാം നമുക്ക് ചെയ്യാം. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ അതുകൊണ്ട് പറയുവാണ്, നിങ്ങൾ ഹൈലി കോൺഫിഡന്റ് ആണ്, നിങ്ങൾക്ക് ഇത് തന്നെയാണ് നിങ്ങളുടെ സാധനം എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡിഗ്രി കഴിഞ്ഞോടൻ ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുക. ഈവൻ ഡിഗ്രി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സാധനം നന്നായിട്ട് തറവായിട്ട് പഠിക്കുക. അത് ഓപ്ഷണൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാഫ് കാര്യം തീർന്നു. പിന്നെ GS മാത്രം നോക്കിയാൽ മതി. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ UPSC ക്ലിയർ ചെയ്യുക വെരി ഈസിയാണ്. ഡിഗ്രി ഇപ്പൊ പഠിക്കുമ്പോൾ ഡിഗ്രി നന്നായിട്ട് പഠിക്കുക. അത് ഓപ്ഷണൽ ആണെങ്കിൽ ഹാഫ് ഡൺ. സോ അങ്ങനെ അത് മതിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് നിങ്ങളുടെ സിവിൽ സർവീസ് ആണെന്ന് നിങ്ങൾ 100% ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതിയെടുക്കുക. ജനറൽ ആണെങ്കിൽ 6 അറ്റംപ്റ്റോടുകൂടി കഴിഞ്ഞു. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇന്റർവ്യൂ വരെ പോയ കാൻഡിഡേറ്റ്സിനൊക്കെ ഇപ്പം മറ്റ് സർവീസുകൾ, നമ്മുടെ എന്താ പറയുക, മിനിസ്ട്രീസ് ഒക്കെ ചില ഇപ്പൊ സായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്പോർട്സ് അതോറിറ്റി,
എയർപോർട്ട് അതോറിറ്റി അങ്ങനെയൊക്കെ പറയുന്നവര് ചില ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത കാൻഡിഡേറ്റ്സിന് ജോബ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ സിവിൽ സർവീസ് അവിടെ തീരുകയാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് വേറെ നമ്മൾ എന്തായാലും പഠിച്ചത് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ല. നമുക്ക് മറ്റ് കരിയർ ഓപ്ഷൻസ് നോക്കാനേ പറ്റുള്ളൂ. ഈ എക്സാം എല്ലാം ഒന്നിച്ചാണ് നടത്തുന്നത്, എല്ലാത്തിനും സെയിം ആണ്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന മാർക്കും നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചുമാണ് IAS ആണോ IPS ആണോ ഇപ്പൊ ഞാൻ എടുത്ത റവന്യൂ സർവീസ് ആണോ ഇതെല്ലാം കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്തു, മെയിൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൊടുക്കാം, നിങ്ങൾക്ക് എന്തൊക്കെ സർവീസ് ആണ് ഇഷ്ടം എന്നുള്ളത്. ഇപ്പൊ ജനറലി എല്ലാവരും എന്ത് ചെയ്യും, IAS ആണ് ആദ്യം വെക്കുന്നത്. അപ്പൊ ടോപ്പ് കിട്ടുന്ന മാർക്കുള്ളവർക്ക് IAS കിട്ടും. കാരണം നമ്മൾ പരീക്ഷ എഴുതിയതിനൊന്നും സബ്ജക്ട് വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരേ സബ്ജക്ട് തന്നെ, ഒരേ കാര്യം തന്നെയാണ് എഴുതുന്നത്. നമുക്ക് അതിൽ കിട്ടുന്ന മാർക്ക് അനുസരിച്ചാണ് ഇപ്പൊ IAS ആണോ തൊട്ട് താഴെയുള്ളതൊക്കെയാണോ കിട്ടുന്നതെന്ന് തീരുമാനിക്കുന്നത്. വാട്ട് വാസ് യുവർ സ്ട്രാറ്റജീസ് ബിഫോർ എക്സാംസ്? അല്ല, അതിന് മുമ്പേ ഉണ്ടല്ലോ. വാസ് യുവർ റിവിഷൻ സ്ട്രാറ്റജി വീക്ക്ലി ഓർ മന്ത്ലി? ഞാൻ റിവിഷൻസ് മന്ത്ലി ആണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എക്സാമിനോട് അടുക്കുമ്പോൾ ഒരുപാട് തവണ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു മോക്കാണ് ഞാൻ എഴുതിയിട്ടുള്ളതെങ്കിൽ ആ മോക്ക് 3-4 ദിവസം കഴിഞ്ഞ് വീണ്ടും നോക്കും. അത് തറവാവുന്നവരെ ചെയ്യുക എന്നുള്ളതാണ്. ചെറുതാവും, അങ്ങോട്ട് പോകും തോറും ടൈം ഗ്യാപ്പ് കുറയും. ഒരുപാട് തവണ റിവൈസ് ചെയ്യുമായിരുന്നു. ലാസ്റ്റ് ഒക്കെ 2 ഡേയ്സിൽ ഒരു സബ്ജക്ട് 2 ഡേയ്സിൽ അങ്ങനെയൊക്കെയുള്ള റിവിഷനും ഉണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മന്തിൽ എന്തൊക്കെ ചെയ്യണം, ഹോൾ ഇയറിൽ എന്തൊക്കെ ചെയ്യണം, ഓരോ മന്തിൽ എന്ത് ചെയ്യണം, ഓരോ വീക്കിൽ എന്ത് ചെയ്യണം, ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോൾ അന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ ഞാൻ മാരീഡ് ആണ്, കുട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈവൻ തുണി മടക്കി വെക്കണം എന്നുള്ള കാര്യം വരെ ഞാൻ എഴുതുമായിരുന്നു. അപ്പൊ എല്ലാ കാര്യം എഴുതി, അല്ലെങ്കിൽ എല്ലാം മിസ്സാവുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെ എല്ലാം എഴുതി തന്നെയാണ് ചെയ്തു പോയിരുന്നത്. വാട്ട് വാസ് യുവർ സ്ട്രാറ്റജി ബിഫോർ എക്സാംസ്? സ്ട്രാറ്റജി ഇതൊക്കെ തന്നെയാണ് കേട്ടോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നോർമൽ നോർമൽ ആസ്പിറൻസ് ചെയ്യുന്നതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്റെ സ്ട്രാറ്റജിയിൽ. ഞാൻ കുറച്ച് ഷോർട്ട് കട്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എല്ലാം ഒന്നും കവർ ചെയ്യാൻ എനിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസ്സുകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഓൺലൈൻ ക്ലാസ്സസിന്റെ ഹെൽപ്പ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ആയിരുന്നു. അപ്പൊ ഞാൻ വീഡിയോസ് 1.5 ഇട്ട് കേൾക്കുന്ന ഒരാളായിരുന്നു. വീഡിയോസ് ഇട്ടുകൊണ്ടായിരുന്നു കുക്കിങ്ങോ തുണി മടക്കി വെക്കുന്നതോ തുണി കഴിയുന്നതോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സമയത്ത് ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. ഞാൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ മുമ്പ് സൂചിച്ച പോലെ ഒരു തവണ കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് കോച്ചിങ്ങിന്റെ ക്ലാസ്സുകൾ എനിക്ക് റിവിഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് 1.5 ഇട്ട് കേട്ടാലും മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഡെഫിനറ്റ്ലി ഫുള്ള് ഇരുന്ന് ക്ലാസ് കേൾക്കുന്നതാണ് നല്ലത്. ഇൻ കേസ് ഓൺലൈൻ ആണ് നിങ്ങൾ ക്ലാസ്സുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടുത്തെ ഫാക്കൽറ്റീസിന്റെ സപ്പോർട്ട് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഡൗട്ടൊക്കെ അപ്പൊ തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഫോൺ ചെയ്ത് ഡൗട്ടൊക്കെ ചോദിച്ചു പോകുന്നതാണ് നല്ലത്. ഹൗ ഷുഡ് ഐ പ്രിപ്പയർ ഫോർ CSAT as it is getting tougher? Yeah. Do you suggest any YouTube channels if you have ever followed? Okay. CSAT-ന് ഞാൻ സത്യത്തിൽ പ്രിപ്പറേഷൻ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മോക്കും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ എല്ലാ ഒരു 10-15 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യും. അപ്പൊ നമ്മൾ ഈ CSAT വന്ന പോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു. അപ്പൊ എല്ലാ പ്രാവശ്യവും ഞാൻ ക്ലിയർ ആകുന്നുണ്ടായിരുന്നു CSAT. അപ്പൊ ഞാൻ അത് വളരെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആണ് ഈ ടഫ് ആയി തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഈ വർഷം ഞാൻ CSAT-ന് പോകുന്നതിന് മുമ്പ് പ്രോബബിലിറ്റി കൂടുതൽ വന്ന ക്വസ്റ്റ്യൻസ് ഉള്ള പ്രോബബിലിറ്റി, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അത് പ്രത്യേകം ഞാനൊന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ടു ബി ഫ്രാങ്ക്, ഞാൻ വീഡിയോസ് യൂട്യൂബ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഹസ്ബൻഡ് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ്. അപ്പൊ പുള്ളി എന്നെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോ അതുകൊണ്ട് എനിക്ക് കോച്ചിങ്ങിന് അങ്ങനെ ഒരു പറയാൻ അറിയില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾ ഫാക്കൽറ്റീസുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. ഈ നോട്ട്സ് ഉണ്ടാക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഉണ്ടാവും. ചിലര് ഫുൾ എല്ലാം എഴുതുന്നതാണ്, അതൊരു റൈറ്റ് അപ്രോച്ച് അല്ല. ഞാൻ NCERT-യുടെയും സ്റ്റാൻഡേർഡ് ബുക്സിന്റെയും ഒന്നും നോട്ട് ഉണ്ടാക്കിയിട്ടില്ല. NCERT-യുടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ NCERT ടെക്സ്റ്റിന്റെ സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ടാവും. അപ്പൊ ആ പേജിലുള്ള കാര്യങ്ങളെല്ലാം ആ സൈഡിൽ എഴുതി വെക്കും, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം. അപ്പൊ അത് റിവൈസ് ചെയ്യാണ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് NCERT-യുടെ നോട്ട്സ്. സ്റ്റാൻഡേർഡ് ബുക്കിലും സെയിം ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ലക്ഷ്മികാന്തിന്റെ കേസ് ആണെങ്കിൽ ലക്ഷ്മികാന്തിന്റെ എല്ലാ ചാപ്റ്റർ കഴിയുമ്പോഴും ഒരു പേജ് ഓൾമോസ്റ്റ് ബ്ലാങ്ക് ആണ്. അപ്പോ ആ നെക്സ്റ്റ് ചാപ്റ്ററിന്റെ നോട്ട് ആ ബ്ലാങ്ക് പേജിൽ എഴുതി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു ഡേ കൊണ്ടൊക്കെ തന്നെ നമുക്ക് ചിലപ്പം വായിച്ച് തീർക്കാൻ പറ്റും, കാരണം ഇങ്ങനെ ഷോർട്ട് ആക്കി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്.
പിന്നെ ന്യൂസ് പേപ്പറിന്റെ നോട്ട്സ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കമ്പൈലേഷൻ ഡയറക്ട്ലി വായിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ന്യൂസ് പേപ്പറിന് പ്രത്യേക നോട്ട് ഉണ്ടാക്കിയില്ല. പ്ലസ് പക്ഷെ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ മെയിൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബുക്സ് ഞാൻ കറക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാറുണ്ടായിരുന്നു. ഏജ് 30 ഒക്കെ ആണെങ്കിൽ CSE ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് ഡെഫിനറ്റ്ലി ഇല്ല. ഞാൻ 30-ാം വയസ്സിലാണ് സിവിൽ സർവീസ് ക്ലിയർ ചെയ്തത്. അപ്പൊ അങ്ങനെ ഏജ് ഒന്നും നമ്മുടെ ഒരു ഫാക്ടർ അല്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ പല വഴി കടന്നാണ് സിവിൽ സർവീസിലേക്ക് വന്നത്. വളരെ കുഞ്ഞിലേ ഉള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ മാരേജും കുട്ടിയൊക്കെ ആയപ്പോൾ തടസ്സമായിട്ട് വന്നു. ഞാൻ PhD ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്ന മൂവി ഞാൻ കണ്ടു. അപ്പോ എനിക്കത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. ഞാൻ വളരെ കംഫർട്ട് ആയിട്ടുള്ള സ്പേസിലാണ്, പക്ഷെ ഒന്നിനും തൃപ്തിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ ശരിക്കും നമ്മളെ കൊണ്ട് സഹായം ആവശ്യമുള്ള ഒരുപാട് പേര് പുറത്തുണ്ട്. ചിലപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടില്ലെങ്കിലും മറ്റു സ്ഥലങ്ങളിലെങ്കിലും ഉണ്ട്. അപ്പൊ അങ്ങനൊരു ചിന്ത എനിക്ക് ഉണ്ടായി. ഞാൻ അപ്പൊ തന്നെ ആ 3 കുട്ടികൾ ആർട്ടിക്കിൾ 15 ഒരു 3 കുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അവരെ കുറിച്ച് ഒരു നോട്ട് സ്റ്റഡി ടേബിളിൽ എഴുതി ഒട്ടിച്ചു. ഞാൻ PhD ക്വിറ്റ് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ UPSC പ്രിപ്പറേഷനിലേക്ക് വരുന്നത്. അപ്പോ ഡെഫിനറ്റ്ലി ഞാൻ ക്ലിയർ ചെയ്തു. അപ്പോ ഏജ് ഒരു പ്രശ്നമല്ല. നമ്മൾ നന്നായിട്ട് പഠിക്കും. ഞാൻ മാത്രമല്ല, നിങ്ങൾ കുറച്ച് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോഴാണ് വളരെ യങ് ഏജിൽ കുട്ടികൾ ക്ലിയർ ചെയ്യുന്നത്. കുറച്ച് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം പ്രായമുള്ള ഒരുപാട് പേര് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഏജ് ഒരു പ്രശ്നമേ അല്ല. ഓക്കെ, ഇന്റർവ്യൂ എക്സ്പീരിയൻസ്. ഇന്റർവ്യൂ എനിക്ക് ഭയങ്കര എന്താ പറയാ, ഒരു ടഫ് ഇന്റർവ്യൂ ഒന്നും ആയിരുന്നില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള സാധനം തന്നെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഇന്റർവ്യൂവിന് മുമ്പ് അതായത് മെയിൻസ് കഴിഞ്ഞ് ഒരു 2 മാസം ഗ്യാപ്പ് കഴിഞ്ഞാൽ റിസൾട്ട് വരിക. അപ്പൊ ഈ സമയം ഞാൻ കൃത്യമായി യൂട്ടിലൈസ് ചെയ്തില്ല. അപ്പൊ അത് എന്റെ മനസ്സിലൊരു നെഗറ്റീവായിട്ട് കിടപ്പുണ്ടായിരുന്നു, ഞാൻ വർക്ക് ചെയ്തില്ലല്ലോ എന്നുള്ളത്. അതെന്റെ ലാസ്റ്റ് ഇന്റർവ്യൂ വരെയും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കോൺഫിഡൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോവുക. ഒരു മോക്ക് ഇന്റർവ്യൂവില് എനിക്ക് ഭയങ്കര നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടി. അപ്പൊ അതും എന്നെ കുറച്ചധികം ഷാട്ടർ ചെയ്തു. അപ്പൊ എന്റെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് വന്നത്. നമുക്ക് ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞൊരു ഫോം നമ്മൾ കൊടുക്കും. അപ്പൊ അതിനകത്ത് ഞാൻ കുക്കിംഗ് ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈവൻ നമ്മുടെ ചെയർമാൻ മുതൽ എനിക്ക് ബിരിയാണിയുടെ ഒക്കെ ക്വസ്റ്റ്യൻ ആണ് കിട്ടിയത്. ഒരുപാട് ഹോബീസ് നിന്ന് ക്വസ്റ്റ്യൻ കിട്ടി. കേരള ബേസ്ഡ് ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻ കിട്ടി. പിന്നെ എന്റെ ഒരു താല്പര്യമില്ലാത്ത ഏരിയസ് ആയിരുന്നു ഇന്റർനാഷണൽ റിലേഷൻ, എക്കണോമിക്സ്. അതിൽ നിന്നും കുറെ ക്വസ്റ്റ്യൻ കിട്ടി. ബട്ട് ഞാൻ മാനേജും ചെയ്തു. പക്ഷെ ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ സുവോളജിയിൽ നിന്നും എനിക്ക് കുറെ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജനറലി എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് സുവോളജിയിൽ നിന്നും അധികം ക്വസ്റ്റ്യൻ വരില്ല എന്നായിരുന്നു. പക്ഷെ എനിക്ക് അതിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഓവറോൾ ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ബട്ട് ഡെഫിനറ്റ്ലി എല്ലാം ഒരു രസമുള്ള പരിപാടിയായിരുന്നു. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഞാനും സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരാളാണ്. മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക, ഡൗട്ട് ചോദിച്ച് പഠിക്കുക, അതേ നിവർത്തിയുള്ളൂ. നമുക്ക് ഇപ്പോഴും ഞാൻ ഹിസ്റ്ററി വീക്കാണ്. പക്ഷെ പോളിറ്റി എനിക്ക് ഇഷ്ടമായിരുന്നു, നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ തന്നെ. ഹിസ്റ്ററി എനിക്കൊരു എന്തോ ഒരു അകൽച്ച വന്നു. ഐ ഡോണ്ട് നോ വൈ, എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ബാക്കി സബ്ജക്ട്സ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പഠിക്കുമായിരുന്നു. പഠിക്കണം എന്ന് വിചാരിച്ച് ഞാൻ എന്നെ ഫോഴ്സ് ചെയ്ത് പഠിച്ചു തുടങ്ങിയപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എക്കണോമിക്സ് ഒക്കെ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്ന സബ്ജക്ട് ആണ്. പക്ഷെ പിന്നെ അത് അറിയാതെ പഠിച്ചു വന്നപ്പോൾ ഭയങ്കര എൻജോയ്ഡ് ആയിട്ടാണ് ഞാൻ മുമ്പോട്ട് പോയത്. സോ അത് കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ശരിയായിക്കോളും. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്ററേ അല്ല കേട്ടോ ശരിക്കും സിവിൽസ്. കാരണം ക്വസ്റ്റ്യൻസ് വരുന്നത് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന രീതിയിലാണ്. ഇപ്പോൾ പോളിറ്റി പഠിച്ച ഒരു കുട്ടിക്ക് സയൻസ് പഠിച്ചെടുക്കുകയും ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി. കംപ്ലീറ്റ്ലി ഈസി ആയിരിക്കില്ലല്ലോ എക്സാം. ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല സർവീസിൽ. ഞാനിപ്പോഴും പ്രൊബേഷണർ ആണ്. ഞാനിപ്പോ ഒന്നുകൂടെ എഴുതാൻ വേണ്ടി ലീവ് എടുത്ത് നിൽക്കുവാണ്. നവംബറിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട് നല്ല എൻജോയ്മെന്റ് ആണ്, എല്ലാവരും നല്ല രസമാണെന്ന് പറഞ്ഞു ട്രെയിനിങ് ഒക്കെ. ഞാൻ പക്ഷെ ഫൗണ്ടേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് പേരെ കാണാൻ പറ്റി, ഒരുപാട് സർവീസിലുള്ളവരെ അറിയാൻ പറ്റി. രേണു മാമിനെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. രേണു മാം IS. അപ്പൊ പുള്ളിക്കാരി ഒരു സ്പീച്ചിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സിവിൽ സർവീസിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് കോണ്ടാക്ട്സ് കിട്ടുമെന്ന്. അപ്പൊ കോണ്ടാക്ട്സ് കൊണ്ട് നമുക്ക് ഡയറക്ട്ലി ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറെ പേര് ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന കുറച്ച് മനുഷ്യരുണ്ടാവും. കുറെ പേര് ഹെൽപ്പ് ശരിക്കും ആവശ്യമുള്ളവരുണ്ടാവും. അപ്പൊ അവരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം മാം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് സത്യമാണ് എന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു ഇത്രയും ദിവസത്തിൽ. കാരണം ഒരുപാട് കോണ്ടാക്ട്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്നൊരു ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് ആരുടെയും ചോദിക്കാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. ഇതൊക്കെ എനിക്കിപ്പോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നീട് ആണെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ്. നമ്മൾ സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും.
കാരണം ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജേർണിയാണ്. പക്ഷെ ആ ഫയർ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ കുട്ടികളുടെ റീസൺ ഭയങ്കര ഒരു ഇതായിട്ട് നിന്നു. എന്തൊക്കെ ഇഷ്യൂസ് വരുമ്പോഴും സ്റ്റഡി ടേബിൾ വന്നിരിക്കുമ്പോൾ അത് കാണുമ്പോൾ ഇതിനാണല്ലോ ഞാൻ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊരു തോന്നലുണ്ട്. അപ്പൊ അത് നമ്മളെ മുമ്പോട്ട് പുഷ് ചെയ്ത് കൊണ്ടുപോകും. നിങ്ങൾക്ക് ശരിക്കും സിവിൽ സർവീസ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിന് നിങ്ങളെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഹെൽപ്പ് ചെയ്യും. ലോജിക്കൽ തോട്ട്, നമ്മൾ പ്രിലിംസ് എക്സാമിന്റെ ഒരു പ്രത്യേകത, നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അതായത് നമ്മൾ ഈ സിലബസ് ഒക്കെ നമ്മൾ പഠിച്ചു പോവുമെങ്കിലും കുറെ ക്വസ്റ്റ്യൻ നമ്മൾ കേട്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കുറെ നമ്മൾ എവിടെയോ കേട്ട് മറന്ന, നമ്മൾ ബുക്കിലൊന്നും അല്ലാതെ പഠിച്ച കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഞാൻ എഴുതിയ വർഷം, ഞാൻ ക്ലിയർ ആയ വർഷം മുരിങ്ങയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ജനറലി കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഞാൻ ഈ വല്ലാത്തൊരു കഥ പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ കാണുന്ന ഒരു ഇതാണ്, അത് ഔട്ട് ഓഫ് ഫോക്കസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു. അപ്പൊ ഇതിന്നൊക്കെ എനിക്ക് ചെറിയ എവിടെ നിന്നൊക്കെയോ പല ക്വസ്റ്റ്യൻസും കിട്ടിയിട്ടുണ്ട്. നമ്മൾ പണ്ടൊക്കെ പഠിച്ച എവിടേക്കോ പഠിച്ച കാര്യങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും പ്രിലിംസിൽ എഴുതുമ്പോൾ. പിന്നെ നിങ്ങൾ കോച്ചിങ്ങിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എക്സാം ഓരോ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാൻ ചെറിയ ട്രിക്സും ടിപ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് തീരെ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റിയേക്കും. അതൊരു ചലഞ്ചാണ് മോക്ക് നമ്മൾ എവിടെയൊക്കെ പോകണമെന്നുള്ളത്. അപ്പൊ ഞാൻ ജോയിൻ ചെയ്ത കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെഫിനറ്റ്ലി ഞാൻ 2-3 എണ്ണം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിവിൽ സർവീസ് അക്കാഡമിയുടെ മോക്കും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, പിന്നെ നമ്മുടെ പുറത്തുള്ള ഇന്റർവ്യൂസ് ഒക്കെ നല്ലതാണ്, പക്ഷെ ഞാൻ അതൊന്നും എടുത്തില്ല. കാരണം എന്റെ പിന്നീട് കോൺഫിഡൻസ് കുറച്ച് ലോ ആയപ്പോൾ വീണ്ടും നമ്മൾ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും കോൺഫിഡൻസ് കുറയാൻ എനിക്ക് ഒരു ചാൻസ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ആദ്യത്തെ ഇന്റർവ്യൂസിനൊക്കെ എനിക്ക് വളരെ നല്ല റിവ്യൂ ആണ് കിട്ടിയത്. അപ്പൊ ഒരെണ്ണം കിട്ടിയ ശേഷം പിന്നെ ഞാൻ അങ്ങ് പെട്ടെന്ന് ഡ്രോപ്പ് ആയി. അപ്പൊ അതുകൊണ്ട് പിന്നെ എടുക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നെ കുറച്ച് 1-on-1 സെഷൻസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് പിയർ ഗ്രൂപ്പും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനും ഹസ്ബൻഡും കൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക, അങ്ങനത്തെ ഒരു അപ്രോച്ചാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ആയി വർക്കായി എന്ന് ഞാൻ പറയില്ല. അപ്പോ ഇതാണ്, നമുക്ക് ഫീൽ ആവും എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത്. മോക്ക് ഇന്റർവ്യൂസ് കൂടുതൽ എടുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബട്ട് അത് പേഴ്സൺസ് അനുസരിച്ച് മാറാനും ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ സിലബസ് അവൈലബിൾ ആണ് UPSCയുടെ സൈറ്റിൽ. ഫുൾ ഓപ്ഷണൽസും എല്ലാം വലിയ PDF ആണ്, എല്ലാം ഉള്ള ഒരു PDF ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചോദിച്ചാൽ മതി, അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. കഴിഞ്ഞോ ഡൗട്ട്സ്? ഇനി എന്തെങ്കിലും ഉണ്ടോ? ഡിഗ്രി ബേസ്ഡ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാം. ഡിഗ്രി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. ഇപ്പൊ നിങ്ങൾ ഡിഗ്രി തന്നെയാണ് ഓപ്ഷണൽ എടുത്തിട്ടുള്ളതെങ്കിൽ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അല്ലെങ്കിൽ ഓപ്ഷണൽ എന്നാണ് കൂടുതൽ ചോദ്യം വരാൻ സാധ്യത. ബട്ട് സ്റ്റിൽ യു വിൽ ഗെറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ഡിഗ്രി ഓൾസോ. ഇന്ന് നിങ്ങളുടെ സാഹചര്യം, നമ്മുടെ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ വേണ്ടതെന്നുള്ളത് നമ്മുടെ സാഹചര്യം പോലെയാണ്. ഇപ്പൊ നിങ്ങൾ ട്രിവാൻഡ്രത്ത് അല്ലാത്ത ഒരാളാണ്, ഇപ്പൊ കണ്ണൂരോ കാസർഗോഡോ ഒക്കെയാണ്, ഇവിടെ വന്ന് നിൽക്കുന്ന പഠിക്കുകയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൺലൈൻ എടുക്കുന്നതാണ് നല്ലത്. ഇപ്പൊ നിങ്ങൾ ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഒരാളാണെങ്കിൽ പറ്റുമെങ്കിൽ ഓഫ്ലൈൻ തന്നെ എടുക്കുക. കാരണം ഞാൻ പറഞ്ഞ പോലെ പിയർ ഗ്രൂപ്പും കുറച്ചുകൂടെ ഒന്ന് ഡിസിപ്ലിൻഡ് ആയിട്ട് പോകാനൊക്കെ നല്ലത് നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്നതാണ്. ഇപ്പൊ എന്റെ സാഹചര്യം ഡിഫറെന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുത്തത്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനോടാണ് താല്പര്യമായിരുന്നു. അപ്പൊ എനിക്ക് ഫ്ലെക്സിബിലിറ്റി വേണമായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. ഓഫ്ലൈൻ എടുക്കാൻ പറ്റുമെങ്കിൽ ഓഫ്ലൈൻ തന്നെ എടുക്കുക. ഒരു തവണ എടുത്തവർക്ക് സെൽഫ് മതിയാകും. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ മിസ്റ്റേക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു മിക്ക കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും റിപ്പീറ്റേഴ്സിന് എന്തെങ്കിലുമൊക്കെ കൺസെഷൻസ് തരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇൻ കേസ് ഏതെങ്കിലുമൊക്കെ ടോപ്പിക്സ് അറിയില്ലെങ്കിൽ അവരോട് സംസാരിക്കാം. നിങ്ങൾക്ക് എന്തായാലും അവരുമായിട്ട് ഫെമിലിയർ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. ഫുൾ ക്ലാസ്സിന് ഇരിക്കണമെന്നില്ല. നിങ്ങൾക്ക് അറിയാത്തതിനൊക്കെ കയറിയിരിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട് എങ്കിൽ, അറിയാത്തത് മാത്രം. അത് പിന്നെ ലൈക്ക് വേണമെങ്കിൽ ഓൺലൈൻ തീരെ അറിയാത്തതാണെങ്കിൽ ഏതെങ്കിലും വീഡിയോസ് കാണുകയോ അങ്ങനെ എന്തെങ്കിലും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ മതിയാവും. ഈ മെയിൻസിന്റെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് പണ്ടേ കുറച്ച് എഴുതി വന്ന ഒരാളാണ്. ഫസ്റ്റ് ടെസ്റ്റിന് എനിക്ക് ഫുൾ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റിയില്ല. 3 ക്വസ്റ്റ്യൻസ് ഉള്ള ഹിസ്റ്ററി ആയിരുന്നു ഫസ്റ്റ് ഫുൾ ലെങ്ത് ടെസ്റ്റ്. അതായത് പ്രിലിംസ് ക്ലിയർ ആയ ശേഷമുള്ള ഫസ്റ്റ് ടെസ്റ്റ്. 3-4 ക്വസ്റ്റ്യൻ എനിക്ക് എഴുതാൻ പറ്റിയില്ല. 78 മാർക്സ് അങ്ങാണ്ടാണ് എനിക്ക് ആ മോക്കിന് കിട്ടിയത്. പക്ഷെ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്നൊക്കെ. പിന്നെ എനിക്ക് ഒരു അഡ്വാൻറ്റേജ് ശരിക്കും പരീക്ഷയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ PSC പരീക്ഷയ്ക്കൊക്കെ എക്സാം തുടങ്ങി കഴിഞ്ഞ ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ ആയിരുന്നു എന്റെ ഒരു രീതി. ഇപ്പൊ ബാക്കി കുട്ടികളൊക്കെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ഞാൻ കരുതി അതൊക്കെ തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ മോക്ക് ടെസ്റ്റിനും ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കില്ലായിരുന്നു. ഫുൾ ക്വസ്റ്റ്യനും മറച്ചങ്ങനെ വെച്ചിട്ടിരിക്കും. ടൈം ആയ ശേഷം മാത്രമേ ക്വസ്റ്റ്യനെ വായിച്ചു നോക്കി പ്ലാൻ ചെയ്യുള്ളൂ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. അപ്പൊ ശരിക്കുള്ള എക്സാം ഞാൻ പിന്നീട് സാർമാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് വായിക്കാൻ പറ്റും, ക്വസ്റ്റ്യൻ നേരത്തെ വായിക്കാം, കൈ കിട്ടിയോടെ. അപ്പൊ എനിക്ക് ഓൾമോസ്റ്റ് 10 മിനിറ്റ്സോളം ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു ശരിക്കും പരീക്ഷ എഴുതുമ്പോൾ.
ഞാൻ ആ സ്പീഡിൽ എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആയത് എത്തിക്സ് പേപ്പറിനായിരുന്നു. ഞങ്ങളുടെ വർഷം ഭയങ്കര ലെങ്തി ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു. അപ്പൊ എനിക്ക് നേരത്തെ തന്നെ ഇത് കുറച്ച് പ്ലാൻ ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഞാൻ എടുത്തത് കൊണ്ട്. അതായത് ഇതൊരു ഇനി പറഞ്ഞാൽ എനിക്ക് അത് വർക്ക് ആവുന്നറിയില്ല. ഇത് എനിക്ക് അറിയാതെ സംഭവിച്ചൊരു കാര്യമാണ്. അതായത് നമുക്ക് ശരിക്കും UPSC പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രിലിംസിനായാലും മെയിൻസിലായാലും നമുക്ക് ക്വസ്റ്റ്യൻ സീൽഡ് ആയിട്ടല്ല കിട്ടുക. നമുക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. നമുക്ക് തന്നോടെ ബെൽ അടിക്കുന്നതിന് മുമ്പേ നമുക്ക് അറിയാം, ക്വസ്റ്റ്യൻസ് അറിയാൻ പറ്റും. മെയിൻസിന് ഒരു എക്സ്ട്രാ പേപ്പർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും ബാക്കിൽ. അപ്പൊ നമുക്ക് അതിൽ ക്വസ്റ്റ്യൻസ് ഫുൾ കാണാൻ പറ്റും. ഫുൾ പേപ്പർ മറിച്ച് നോക്കണ്ട. പക്ഷെ ഞാൻ മോക്ക് ടെസ്റ്റുകൾക്ക് ചെയ്തത് ഇങ്ങനെ ഒരു സാധനം അവൈലബിൾ ആണ് എങ്കിലും നമുക്ക് 10 മിനിറ്റ് മുമ്പേ കിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ. ആ 10 മിനിറ്റ് ഞാൻ എങ്ങനെ ഇരിക്കും. വേറെ ഒന്നും ബാക്കിയുള്ളവരൊക്കെ നോക്കുമ്പോൾ അവരെയൊക്കെ ഇങ്ങനെ വിചാരിക്കും, എന്താണ് ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത്, തെറ്റല്ലേ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ മനസ്സിൽ വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നത്. കാരണം PSCക്ക് നമുക്ക് ബെല്ലടിച്ച ശേഷമല്ലേ പൊട്ടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ശരിക്കും UPSCക്ക് നമുക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ആരും നമ്മളൊന്നും പറയില്ല ക്വസ്റ്റ്യൻ വായിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ടൈം എനിക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായോന്ന് അറിയില്ല. നിങ്ങൾക്ക് അത് മനസ്സിലാവും നിങ്ങൾ ശരിക്കും മെയിൻസ് എഴുതുമ്പോൾ. എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്താണോ പഠിക്കേണ്ട, അത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓരോ സബ്ജക്റ്റിനും ഏതൊക്കെ ഓരോ ഇതില് എന്താ പറയുക, ഓരോ പേപ്പറിൽ എവിടെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ സയൻസ് അങ്ങനെ ഒരുപാട് പഠിച്ചിട്ടില്ല. അതും നമ്മുടെ ഇതും ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളായതുകൊണ്ട് സയൻസിന് വേണ്ടി ഞാൻ അങ്ങനെ എക്സ്ട്രാ പഠിച്ചിട്ടില്ല. എൻവയോൺമെന്റിനും എക്സ്ട്രാ പഠിച്ചിട്ടില്ല. ആകെ കറണ്ട് അഫയേഴ്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അതേസമയം എനിക്ക് ഹിസ്റ്ററിക്ക് അറിയില്ല എന്ന് പറഞ്ഞല്ലോ, ഹിസ്റ്ററി എക്കണോമിക്സ് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ അതിന് കൂടുതൽ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രിലിംസിലേക്ക് നോക്കി കഴിയുമ്പോൾ പോളിറ്റി, എൻവയോൺമെന്റ്, ജിയോഗ്രഫി, എക്കണോമി, ഇത് 4ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. അതിന് ഒരുപാട് ക്വസ്റ്റ്യൻ വരും. അത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. അങ്ങനെയേ ഉള്ളൂ. ഹിസ്റ്ററിയും ഉണ്ട്. ഹിസ്റ്ററി ഡെഫിനറ്റ്ലി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എന്റെ വീക്ക് ഏരിയ ആയതുകൊണ്ട് ഞാൻ അത്രയും സയൻസിൽ സ്കോർ ചെയ്യുമായിരുന്നു. ഇപ്പൊ സയൻസിൽ സ്കോർ ചെയ്യാൻ പറ്റാത്തവർ ഹിസ്റ്ററിയിൽ പഠിക്കുക. അങ്ങനെ ഗവേണൻസ് ഞാൻ ആക്ച്വലി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നോട്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്ലസ് സെക്യൂർ സിനോപ്സിസും. സെക്യൂർ സിനോപ്സിസിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും കവർ ആകുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരുടെ നവംബർ ടു എക്സാം നടക്കുന്നവരെ ഓൾമോസ്റ്റ് ജൂൺ ജൂലൈ വരെയുള്ളത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു സിനോപ്സിസ്. അപ്പൊ അത് കഴിയുമ്പോൾ പിന്നെ അവർ റിപ്പീറ്റ് ആവും, ക്വസ്റ്റ്യൻസ് ടോപ്പിക്സ് റിപ്പീറ്റ് ആവും. അതുകൊണ്ടാണ് അത്രയും സമയം നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും അതിൽ കവർ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു സോഴ്സേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിനു വേണ്ടിയിട്ട്, മെയിൻസിന് വേണ്ടി. ഗവേണൻസ് പ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നോട്ട്സ്. ഒരുപാട് സോഴ്സിലേക്ക് പോവാതിരിക്കുക, അതാണ് ഇതിന്റെ ഒരു ഇത്. നമുക്ക് കാരണം ഒരുപാട് ഇങ്ങനെ അവൈലബിൾ ആണ്. അപ്പൊ അതിനൊക്കെ നമുക്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെൽപ്പ് ചെയ്യും, നമ്മളത് സ്ട്രീം ലൈൻ ചെയ്ത് പോകാനായിട്ട്. കോച്ചിങ് ഇല്ലാതെ വരുമ്പോഴാണ് ഈ ഇഷ്യൂസ് ഒക്കെ വരുന്നത്. നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്, ഏത് പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് വരുന്നത്. സ്ട്രെസ് ആൻഡ് ഡിസ്ട്രാക്ഷൻസ്. ഓക്കെ, ഒന്ന് സ്ട്രെസ് ആൻഡ് ഡിസ്ട്രാക്ഷൻ എനിക്കും ഇഷ്യൂ ഉള്ള ഒരു കാര്യമാണ്. സ്ട്രെസ്സും ഡിസ്ട്രാക്ഷനും ഉണ്ടാകും. നമുക്ക് ഈ പ്രിപ്പറേഷൻ ലോങ് ആണ്. ഈ രണ്ട് സാധനവും നമ്മുടെ കൂടെ ഉള്ളതാണ്. ഇത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. ഒന്ന്, ഈ കുട്ടികളുടെ ഇത് ഒട്ടിച്ചത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എപ്പോഴൊക്കെ കരഞ്ഞ് പ്രശ്നമായി വന്നിരുന്നാലും ഇത് കാണുമ്പോൾ ഓക്കെ, വീണ്ടും പൊടി തട്ടി എടുത്ത് പഠിക്കാനായിട്ട് എനിക്ക് പറ്റുമായിരുന്നു. രണ്ടാമത്തെ സാധനം, ഒരു നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ വെയിറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ഫ്രീ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം കാമായിട്ട് ഇരിക്കാൻ പറ്റും. അതിപ്പോ എന്റെ കേസിൽ ഹസ്ബൻഡ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട് ആകാം, അമ്മയോ അച്ഛനോ ആകാം. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കുക, അവര് വറി ചെയ്യും, നമുക്ക് പഠിക്കാം. അപ്പൊ അങ്ങനെ ഒരു അപ്രോച്ച് ആയിരിക്കും ബെസ്റ്റ്. ഈവൻ നിങ്ങളെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ തീരെ എനിക്ക് സ്ട്രെസ് പറ്റില്ല എന്നുള്ളപ്പോൾ ഞാനൊരു മൂവി കാണും. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിനൊപ്പം ഫ്രണ്ട്സിന്റെ ഒരു എപ്പിസോഡ് കാണുമായിരുന്നു. അത് ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. നമ്മളിപ്പോ കുറച്ച് സ്ട്രെസ് ആയിട്ട് ഇരിക്കുമ്പോൾ അത് കാണുമ്പോൾ ഒരു ഹാപ്പി ആവുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ കുറച്ച്, പിന്നെ ഞാൻ ഹോബീസ് പെർസ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. വരയ്ക്കുമായിരുന്നു, ചെടിയുണ്ട്, ഗാർഡൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ മോന്റെ അടുത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും ഒന്ന് റിലാക്സ് ആവുമായിരുന്നു. ഡിസ്ട്രാക്ഷൻ ഞാൻ സോഷ്യൽ മീഡിയാസ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. മാക്സിമം സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് ചെയ്തത്. ഓക്കെ, സർവീസ് കിട്ടിയതിന് ശേഷം 2 പ്രിലിംസ് ആക്ച്വലി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രിലിംസ്, ഈ പ്രിലിംസ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലിയർ ആയിട്ടില്ല. കാരണം നമ്മള് ഒരു സാധനം വേണമെന്ന് വിചാരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുന്നതും വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ ഫസ്റ്റ് പ്രിലിംസിൽ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. ഈ പ്രിലിംസിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ പഠിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അതായത് ഞാൻ ഒരു എന്ത് പറയാനാണ്, മാർച്ചിന് ശേഷമാണ് ശരിക്കും ഒന്ന് ഡെഡിക്കേറ്റഡ് ആയി പഠിച്ചു തുടങ്ങിയത്. അതും ആ വർഷത്തെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഒരു ചൂട് വന്നത്. അപ്പോൾ ജസ്റ്റ് കുറച്ച് കറണ്ട് അഫയേഴ്സും മോക്സും മാത്രമാണ് പഠിച്ചിട്ട് പോയത്.
NCERT ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചതല്ലാതെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തു. ഞാൻ ചെയ്ത ബേസിക് മിസ്റ്റേക്ക് അതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇനി നിങ്ങൾ ഈ 2025 ക്ലിയർ ചെയ്യണമെങ്കിൽ ബേസിക്സ് നല്ല തറവായിരിക്കണം. ഈ പഴയ ലോ കട്ട് ഓഫ് മാറി ഹൈ കട്ട് ഓഫിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ NCERT നന്നായിട്ട് പഠിക്കുക. NCERT-ന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അവിടെ പോയിരുന്നപ്പോൾ നന്നായിട്ട് തറവായിട്ട് പഠിക്കാത്തത് കൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് എഴുതിയത് കൊണ്ടാണോന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ്ങിന്റെ ഒരു അവസ്ഥയും വന്നു. ഇപ്പൊ നമ്മൾ മുമ്പൊക്കെ ഞാൻ എഴുതുമ്പോൾ എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് 10-30 ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുമായിരുന്നു. ഈ വർഷം എനിക്ക് ഏത് ക്വസ്റ്റ്യൻ ആയാലും അത് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. ഓവർ തിങ്കിങ്ങിലേക്ക് പോയി. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ റൈറ്റ് ഇതിലേക്കല്ല ട്രാക്കിലെന്ന്. സോ എക്സ്പീരിയൻസ് മോശമായിരുന്നു. നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് കുറെ അധികം റിലീവ് ചെയ്യും. കാരണം നമ്മളെ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ പാരന്റ്സിന് എപ്പോഴും മനസ്സിലാവണമെന്നില്ല നമ്മൾ ഈ ഒരു ഇതിനകത്തുള്ള ഒരു സിറ്റുവേഷൻസ്. അപ്പൊ അത് നമ്മളെ പിയേഴ്സിന് നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ അവരെയും ഒരു നല്ലൊരു ഇതായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അവരുമായിട്ട് ഷെയർ ചെയ്യുക ഇഷ്യൂസ്. തീരെ നമുക്ക് സ്ട്രെസ് പറ്റുന്നില്ലെങ്കിൽ, പിന്നെ ഒട്ടും പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ മെഡിക്കൽ ആണ് ഹെൽപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അതും എടുക്കുക. ഡെഫിനറ്റ്ലി ഒരുപാട് പേര് അങ്ങനെ ചെയ്യാറുണ്ട്. എന്റെ ഫസ്റ്റ് ഓപ്ഷൻ IAS തന്നെയായിരുന്നു. സെക്കൻഡ് ആയിരുന്നു കസ്റ്റംസ്. IPS എന്റെ ഒരു എന്താ പറയാ, എന്റെ ഒരു ടെമ്പർമെന്റിന് പറ്റിയ സാധനം അല്ലായിരുന്നു. അപ്പൊ IPS IFS ഒക്കെ വളരെ താഴെയാണ് വെച്ചത്. IPS-ന് ഞാൻ ക്ലിയർ ആവുമായിരുന്നു, പക്ഷെ IFS ഒന്നും ക്ലിയർ ആവത്തില്ലായിരുന്നു. എനിക്ക് സെക്കൻഡ് ചോയ്സ് തന്നെ കിട്ടി, പക്ഷെ കസ്റ്റംസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ ബാക്കി സർവീസുകൾ ഒരുപാടൊന്ന് എല്ലാവരും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. നല്ല നല്ല സർവീസുകൾ ഉണ്ട്. ഡെഫിനറ്റ്ലി IAS ഇസ് ദ ബെസ്റ്റ്. ഐ വിൽ സേ IAS തന്നെയാണ് ബെസ്റ്റ്. പക്ഷെ അതിന് നമുക്ക് പറയുന്ന കുറച്ച് സ്ട്രെസ് ഫാക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഉള്ളത് കൊണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു മേ ബി ഇത് തന്നെ ആയിരിക്കാം ബെസ്റ്റ് സർവീസ്. പിന്നെ ഫ്യൂച്ചറിൽ എനിക്ക് ഇനി അറ്റംപ്റ്റ്സ് ബാക്കിയുണ്ട്. അപ്പം ചിലപ്പോൾ ട്രൈ ചെയ്തേക്കാം ഇനി. അപ്പൊ എല്ലാവർക്കും ഇനി ഡൗട്ട് ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടെ എന്താ ഓൾ ദി ബെസ്റ്റ്. 2025 തന്നെ എല്ലാവരും ക്ലിയർ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇന്ന് പഠിക്കുക. ഒരു വർഷം എന്തായാലും നമ്മൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. നമ്മുടെ ബെസ്റ്റ് അതിലേക്ക് കൊടുക്കുക. അത് ഭയങ്കര റിവാർഡിങ് ആയിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ്.